സോ നമുക്ക് ആദ്യം ഒന്ന് പ്രാർത്ഥിച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരു പ്രാർത്ഥനയോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം. സോ അപ്പൊ നഴ്സിംഗിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള കേരളത്തിലെ ഗവൺമെന്റ് നഴ്സിംഗ് മേഖലയിലെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള അല്ലെ പോസ്റ്റുകളിലേക്കുള്ള ചവിട്ടുപടിയായിട്ടുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എന്ന് പറയുന്ന ഏറ്റവും ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് അല്ലെ എത്താൻ പോകുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് തയ്യാറെടുത്ത് ആ ഒരു എക്സാമിന് നല്ല റാങ്കുകൾ മേടിച്ച് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു ചവിട്ടുപടി മാത്രമാണ്. കാരണം കേരളത്തിലെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള നഴ്സിംഗിന്റെ എല്ലാ പോസ്റ്റിലേക്ക് എത്താനുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എന്ന് പറയുന്നത്, അല്ലെ? സോ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ നഴ്സിംഗ് പഠിച്ച അല്ലെങ്കിൽ MSc നഴ്സിംഗ് എന്ന് പറയുന്ന ബിരുദാനന്തര ബിരുദ കോഴ്സ് പഠിച്ചവരെ സംബന്ധിച്ചുള്ള ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലെവലാണ് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എന്ന് പറയുന്നത്. കാരണം ഇതിലൂടെ മാത്രമേ നമുക്ക് ഇതിലൂടെയാണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ പോസ്റ്റുകളിലേക്ക് എത്താൻ പോകുന്നത്, അല്ലെ? അസോസിയേറ്റ് പ്രൊഫസർ, ദെൻ അതുപോലെ പ്രൊഫസർ, അതുപോലെ കോളേജ് ഓഫ് നഴ്സിംഗിലെ പ്രിൻസിപ്പൾ, ദെൻ അത് കഴിഞ്ഞാൽ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രാർ പോസ്റ്റ്, അതുപോലെ തന്നെ JDNE പോസ്റ്റ്, അതുപോലെ തന്നെ ഗവൺമെന്റ് തലത്തിലുള്ള പോസ്റ്റുകൾ, ഇതിലെല്ലാം എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പയാണ് നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എന്ന് പറയുന്ന ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. സോ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള എക്സാമുകളെ കുറിച്ചും അതിന്റെ ബേസിസിലും ഇനി വരാൻ പോകുന്ന എക്സാം എങ്ങനെയായിരിക്കുമെന്നും അതിനെങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും അതിലൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓരോ കൃത്യമായ സബ്ജക്റ്റിലും എങ്ങനെ പഠിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി തരാനും, അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ അത് എങ്ങനെയായിരിക്കും അതിന് മുന്നോട്ട് പോകുന്നതെന്നും നന്നായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ ഓറിയന്റേഷൻ ക്ലാസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ ലെവൽ നമ്മളൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. അസിസ്റ്റന്റ് പ്രൊഫസർ പോലുള്ള ഇത്രയും വലിയൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷന്റെ ലെവൽ നമ്മൾ അതിൻ്റെതായ ആ ഒരു എക്സാമിന്റെ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരിക തന്നെ വേണം. അത് നിങ്ങളുടെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ MSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് മേടിച്ചു എന്ന് പറയുന്നതോ അതൊന്നുമല്ല അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. കൃത്യമായി ആരാണോ കേരള PSC എക്സാമിനെ മനസ്സിലാക്കുന്നത്, യൂണിവേഴ്സിറ്റി എക്സാമിനെ മനസ്സിലാക്കിയതുപോലെ അല്ല കേരള PSCയുടെ സ്റ്റാഫ് നേഴ്സ് എക്സാമോ അല്ലെങ്കിൽ നഴ്സിംഗ് ട്യൂട്ടറോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസറോ എക്സാമിനെ മനസ്സിലാക്കുന്നത്. അതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ മനസ്സിലാക്കി അതിന്റെ ഓരോ സബ്ജക്ട്സും അതിനകത്തുള്ള ഓരോ ടോപ്പിക്കുകളും കോമ്പറ്റേറ്റീവ് എക്സാം ലെവലിൽ മനസ്സിലാക്കി പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ബേസിസിൽ പ്രിപ്പയർ ചെയ്ത് പ്രോപ്പറായിട്ട് അതിനെ മാർഗാക്കി മാറ്റും. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഗസറ്റഡ് പോസ്റ്റ് ആണ്, അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളാണ്, എന്നെ പഠിപ്പിച്ച ടീച്ചർമാരാണ് എന്റെ കൂടെ എക്സാം എഴുതുന്നത്, അല്ലെങ്കിൽ എന്നെക്കാളും 10 വർഷം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് എന്റെ കൂടെ എക്സാം എഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളും അവരെ വലിയ വലിയ കാര്യങ്ങൾ പഠിക്കുക അല്ല വേണ്ടത്. ഞാൻ ആദ്യം പറയുന്ന ഒരു കാര്യം അതാണ്. എക്സാമിന് നമുക്ക് വേണ്ട മിനിമം നോളജ് ഓരോ സബ്ജക്ട്സിലും കോമ്പറ്റേറ്റീവ് എക്സാം നോളജ് ആണ് ആദ്യം നമ്മൾ അക്യൂർ ചെയ്യേണ്ടത്. അത് യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിക്കുമ്പോൾ വാരി വലിച്ച് പഠിക്കുകയല്ല. കൃത്യമായ ടോപ്പിക് ബേസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസിസിലായിരിക്കണം. ഓൾ ഇന്ത്യ എക്സാമിന്റെ എല്ലാ ക്വസ്റ്റ്യൻസ് ബേസിസിലായിരിക്കും പഠിക്കേണ്ടത്. ഓരോ ടോപ്പിക്കായിട്ട് പഠിക്കണം, അല്ല ഓരോ സബ്ജക്റ്റ് ആയിട്ടല്ല പഠിക്കേണ്ടത്. ഓരോ ടോപ്പിക് എടുത്ത് പഠിക്കണം. തിയറി നന്നായിട്ട് എക്സാം പോയിന്റുകൾ മനസ്സിലാക്കി പഠിക്കണം. ദെൻ അതിനകത്തൊന്നുള്ള ഇതുവരെ ചോദിച്ചുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പഠിക്കണം. ആ ക്വസ്റ്റ്യൻ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ANM JPHN ലെവൽ ക്വസ്റ്റ്യൻ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. പോസ്റ്റ് PSC എൻട്രൻസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. ദെൻ സ്റ്റാഫ് നേഴ്സ് എക്സാം ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യണം. ഹോമിയോയുടെ എക്സാം, IMSന്റെ എക്സാം, ദെൻ മറ്റ് സെൻട്രൽ ഗവൺമെന്റ് നഴ്സിംഗ് ഓഫീസർ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ദെൻ MSc എൻട്രൻസ് ക്വസ്റ്റ്യൻ, ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ക്വസ്റ്റ്യൻ പേപ്പറുകൾ MSc എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. പ്രത്യേകിച്ച് കേരള MSc എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ. അത് കൂടാതെ മറ്റെല്ലാ സംസ്ഥാനങ്ങളുടെ MSc എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ലെവലിലേക്ക് ഓരോ സംസ്ഥാനങ്ങളിലെയും MSc എൻട്രൻസ്, പോസ്റ്റ് BSc, സ്പെഷ്യാലിറ്റി എൻട്രൻസ്, ദെൻ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ നഴ്സിംഗ് ട്യൂട്ടർ, ലെക്ചർ ഇൻ നഴ്സിംഗ്, ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ, ദെൻ അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, പ്രിൻസിപ്പൽ ഇൻ നഴ്സിംഗ്. ഇപ്പൊ എയിംസുകളിൽ എല്ലാത്തിലും അസിസ്റ്റന്റ് പ്രൊഫസറും അസോസിയേറ്റ് പ്രൊഫസറിന്റെ പ്രിൻസിപ്പൽ പോസ്റ്റിന്റെ എല്ലാ എക്സാം നടക്കുന്നുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഏറ്റവും ഫൈനലി PhD എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ലെവലിൽ വരെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. പക്ഷെ അതെല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു ANM JPHN ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാം വലിയ വലിയ കാര്യങ്ങൾ പഠിക്കുന്ന അല്ല കോമ്പറ്റേറ്റീവ് എക്സാം ക്വസ്റ്റ്യൻ മീൻസ് നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത്. ആദ്യം നമ്മുടെ ബേസ് സ്ട്രോങ് ആക്കുക. നമ്മുടെ അടിസ്ഥാനം സ്ട്രോങ് ആക്കിയതിനു ശേഷം മാത്രമേ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകാവൂ. നിങ്ങൾ വലിയ വലിയ പഠിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ആദ്യം നമ്മുടെ സിമ്പിൾ മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ ലെവലിലേക്ക്
നമ്മൾ എത്തുക തന്നെ വേണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത ലെവലിലേക്ക് നമ്മൾ കയറാവൂ. സോ ഓരോ സബ്ജക്ട്സിന്റെയും ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പഠിച്ചിട്ട് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ തെറ്റിച്ചു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവർ എഴുതുന്ന ഒരു ചോദ്യം എനിക്ക് എഴുതാൻ പറ്റാതെ പോയാൽ, മിനിമം ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി എഴുതുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്ക് എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിച്ചു കഴിഞ്ഞാൽ, അവിടെ ഞാൻ അവരെക്കാൾ 1.33 മാർക്കിന് പുറകിലാവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത്, ആദ്യം മറ്റുള്ളവരെല്ലാം എഴുതുന്ന ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് പോലും എനിക്ക് ഒരു തെറ്റും കൂടാതെ എഴുതാൻ കഴിയും. അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് ലെവൽ. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ലെവലിലേക്ക് പോകാൻ. മറ്റുള്ളവർ ആരും എഴുതാത്ത ചോദ്യങ്ങളിലേക്ക് കൂടുതലായിട്ട് കണ്ടന്റ് പഠിക്കുകയും, കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യും, കൂടുതൽ റിവിഷൻ ചെയ്യുകയും, കൂടുതൽ മോഡൽ എക്സാമ്പിൾ എഴുതുകയും, കൂടുതൽ ഹയർ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, നീറ്റ് പോലുള്ള എക്സാമുകൾ, നീറ്റ് PG, കമ്പൈൻഡ് മെഡിക്കൽ സർവീസ്, PhD എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ആ ഒരു ലെവലിലേക്ക് പോകണം. പക്ഷെ അതിനു മുന്നേ നിങ്ങൾ ആദ്യത്തെ ഒരു ബേസിക് ലെവൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാഫ് നേഴ്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് ആ ഒരു ലെവലിലുള്ള എക്സാം ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ആ ഒരു ലെവലിലെങ്കിലും സ്കോർ ചെയ്യുന്ന ലെവൽ ആദ്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ലെവലിലേക്ക് കയറാവൂ. അല്ലാതെ ആദ്യം മുതൽ എടുത്തു വെച്ച് വലിയ വലിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും കോമ്പറ്റേറ്റീവ് എക്സാമിന് അത് മാർഗമായി മാറില്ല. കഴിഞ്ഞ കുറെ എക്സാമ്പിളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു തെറ്റും കൂടാതെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് നമ്മൾ പറഞ്ഞു. അല്ലെ, മറ്റുള്ള ഒരു മീഡിയം ലെവൽ പ്രിപ്പയർ ചെയ്ത ഒരു കുട്ടിയുടെ ഒപ്പം പോലും അവരെഴുതുന്ന ഒരു ക്വസ്റ്റ്യൻ തെറ്റാതെ എനിക്കും അവരുടെ ഒപ്പം എഴുതാൻ പറ്റണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, അങ്ങനെ എഴുതിയാൽ നമ്മൾ അവരുടെ ഒപ്പം എത്തും. എപ്പോഴും നമ്മൾ മുന്നിൽ കയറില്ല, അവരുടെ ഒപ്പമേ എത്തുള്ളൂ. ഇനി അവരെഴുതുന്ന ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിച്ചാൽ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ആരും എഴുതുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിച്ചാൽ, നമ്മൾ അവരെക്കാളും പുറകിലേക്ക് പോകും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത്, മറ്റുള്ള ഒരു ആവറേജ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എനിക്ക് എഴുതാൻ പറ്റണം. എങ്കിൽ ഞാൻ അവരുടെ ഒപ്പം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അടുത്ത ലെവൽ. നമുക്ക് അവരുടെ ഒപ്പം എത്തിയാൽ പോരാ, അല്ല, നമുക്ക് അവരുടെ മുന്നിൽ കയറണം. കാരണം വളരെ കുറച്ച് പോസ്റ്റ് ആണുള്ളത്. ആ ഒരു പോസ്റ്റിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കയറണം. ആ മുന്നിൽ കയറണമെങ്കിൽ മറ്റുള്ളവരെക്കാളും ഒരു മാർക്ക് എങ്ങനെ നമുക്ക് കൂട്ടാം, മറ്റുള്ളവർ എവിടെ വീക്കാകും, എവിടെ എനിക്ക് അവിടെ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും, അതിന് ഞാൻ എന്തൊക്കെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളിലേക്ക് പോകണം. സെക്കൻഡ് ലെവൽ ഞാൻ എപ്പോഴും ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ ആ സെക്കൻഡ് ലെവലിൽ പോകാവൂ. അവിടെയാണ് നമ്മൾ പറയുന്നത് കൂടുതൽ ഹയർ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഒക്കെ നിങ്ങൾ കമ്പൈൻഡ് മെഡിക്കൽ സർവീസ്, നീറ്റ് PG, PhD എൻട്രൻസ് പോലുള്ള ഹയർ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ഇതിന്റെ മുകളിൽ നോളജ് കൊണ്ടുവരണം സെക്കൻഡ് ലെവലായിട്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ സേഫ് സോണിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോവില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമുക്ക് എക്സാം ടഫ് ആയാലും എക്സാം ഈസി ആയാലും നമ്മുടെ സേഫ് സോണിൽ നമുക്ക് നിൽക്കാൻ പറ്റണം. നമുക്ക് നമ്മുടെ ആ ഒരു ടാർഗറ്റിൽ നിൽക്കാൻ പറ്റണം. എക്സാം ടഫ് ആയാലും മാർക്ക് കുറയട്ടെ, പക്ഷെ നമുക്ക് നല്ല റാങ്കിൽ എത്തണം. എക്സാം എളുപ്പമായിക്കോട്ടെ, ആ ലെവൽ ഹൈ ലെവൽ മാർക്ക് നമുക്ക് മേടിച്ച് നമുക്ക് നല്ല റാങ്കിൽ എത്താൻ പറ്റണം. അതിന് വേണം നമ്മൾ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ എക്സ്പീരിയൻസോ ടീച്ചിങ് എക്സ്പീരിയൻസോ വർഷങ്ങളുടെ അനുഭവ സമ്പത്തോ ഒന്നും ഇതിന് മാനദണ്ഡമല്ല. നിങ്ങൾ ഇന്ന് മീൻസ് MSc പഠിച്ചിറങ്ങിയവരായിക്കോട്ടെ, അല്ലെ 10 വർഷം മുന്നേ പഠിച്ചിറങ്ങിയവരായിക്കോട്ടെ, ആരാണോ കേരള PSC എക്സാമിനെ കൃത്യമായി മനസ്സിലാക്കി, ഓരോ നമ്മുടെ വീക്ക്നെസ്, നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്ത് 100% കോൺഫിഡൻസോടെ എക്സാമിന് പോകുന്നത്, അവർക്ക് വിജയിക്കാൻ കഴിയും. അതാണ് ഇതിന്റെ ആകെ മാനദണ്ഡം. പിന്നെ രണ്ടാമത്തെ കാര്യം, കംപ്ലീറ്റ് സിലബസ് മനസ്സിലാക്കി പഠിക്കുക. കംപ്ലീറ്റ് സിലബസ്, കോമ്പറ്റേറ്റീവ് എക്സാം സിലബസ് മനസ്സിലാക്കി പഠിക്കുക. അല്ലാതെ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ സിലബസ് അല്ല പഠിക്കേണ്ടത്. കേരള PSCയുടെ സിലബസ് എന്ന് പറയുന്നത് സ്റ്റാഫ് നേഴ്സ് ആണെങ്കിലും നേഴ്സിംഗ് ട്യൂട്ടർ ആണെങ്കിലും അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിലും എല്ലാം ഒറ്റ സിലബസാണ്. ഒരു സിലബസേ ഉള്ളൂ. നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് നോക്കുക, ഒറ്റ സിലബസ് ആണ് ഇതെല്ലാം. നിങ്ങൾ സ്റ്റാഫ് നേഴ്സിന്റെ പ്രിന്റ് ഔട്ട് എടുത്താലും നേഴ്സിംഗ് ട്യൂട്ടറിന്റെ എടുത്താലും അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എടുത്താലും സിലബസ് എന്ന് പറയുന്നത് ഒരേ ഒരു സിലബസേ ഉള്ളൂ. പക്ഷെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ കുറച്ചുകൂടി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ആണ് പ്രോബ്ലം എങ്കിൽ അത് കറക്റ്റ് ചെയ്യുക തന്നെ വേണം. ആദ്യം മുതൽ OMR എക്സാം എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഒരു 100 പ്രിന്റ് ഔട്ട് എടുക്കണം OMR ഷീറ്റിന്റെ, ഇപ്പോഴേ എഴുതി തുടങ്ങണം. ആഴ്ചയിൽ ഒരു OMR എക്സാം വെച്ച് തന്നെ എഴുതി പഠിക്കണം. OMR എക്സാം എഴുതാതെ നെഗറ്റീവ് മാർക്കിംഗ് മാറില്ല. പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, എപ്പോഴും പറയുന്നത് കൺഫ്യൂഷൻ. രണ്ട് ഓപ്ഷനുകൾ തമ്മിൽ കൺഫ്യൂഷൻ ആയി. എങ്ങനെ വരുന്നു കൺഫ്യൂഷൻ?
കൺഫ്യൂഷൻ വരുന്നത് എന്തുകൊണ്ടാ? കൃത്യമായ ആൻസർ അറിയാഞ്ഞിട്ടാ. ഇതിന് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചേ പറ്റൂ. ടോപ്പിക്കുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളല്ല കേരള പി എസ് സിയുടെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കേരള പി എസ് സിയുടെ എക്സാമിന് സിലബസിനകത്ത് നെർവസ് സിസ്റ്റം എന്നും കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്നും ഒക്കെ മാത്രമേ കാണുള്ളൂ. പക്ഷെ അതിനകത്ത് എന്ത് പഠിക്കണം, കോമ്പറ്റീറ്റീവ് എക്സാമിന് എന്ത് പഠിക്കണമെന്ന് മനസ്സിലാക്കി പഠിക്കേണ്ട ജോലി നമ്മുടെയാണ്. നമുക്ക് 3-4 വർഷം കാത്തിരുന്ന് കിട്ടുന്ന ഓരോ അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആദ്യം നിങ്ങൾ എക്സാമിനെ മനസ്സിലാക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണോ കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കുന്നത്? ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും നിങ്ങൾ വിലയിരുത്തണം. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷന്റെ റൂട്ട് വേറെ വഴിക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും. നിങ്ങൾ പഠിക്കുന്നതും കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ലാതെ പോകും. നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോഴും നമുക്ക് വിലയിരുത്തലുണ്ടാകണം. ഈ പഠിപ്പിക്കുന്നതൊക്കെ തന്നെയാണോ പ്രീവിയസ് കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളത്? സോ ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ പഠിച്ചാൽ മതിയോ? അത് അല്ല എന്ന് തോന്നിയാൽ അപ്പൊ തന്നെ തീരുമാനം മാറ്റിയിരിക്കണം. കോമ്പറ്റീറ്റീവ് എക്സാമിന് എന്താണോ ചോദിക്കുന്നത് അത് ബേസിസിൽ മാത്രമേ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാവൂ ഓരോ ടോപ്പിക്കിന്റെ. ക്ലിയർ? അല്ല കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരറ്റം പഠിക്കുകയല്ല. കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന് എന്തൊക്കെ ടോപ്പിക്കുകൾ പഠിക്കണം, ആ ഓരോ ടോപ്പിക്കിനകത്തും എന്തൊക്കെ എക്സാം ക്വസ്റ്റ്യനുകൾ പഠിക്കണം, എന്തൊക്കെ എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതാ നോട്ട് പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്രാക്കറ്റിൽ ഉണ്ടാകണം ഏത് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണെന്ന്. അങ്ങനെ പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ, ഇതൊക്കെയാണ് ഈ എക്സാമുകൾക്ക് എല്ലാം ചോദിച്ചിരിക്കുന്നത്. സോ ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും അതിനകത്തുള്ള പോയിന്റുകൾ ഏത് എക്സാമിന് പഠിച്ചു എന്ന് വരെ നമ്മൾ ചോദിച്ചു എന്ന് വരെ നമ്മൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ പഠിച്ചു. ക്ലിയർ? അപ്പൊ നമുക്ക് ക്ലാരിറ്റി. സോ ഇത് പഠിക്കുമ്പോൾ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ എക്സാമിൽ ചോദിക്കുന്നത്. ആ ഒരു ടോപ്പിക്കിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ കോമ്പറ്റീറ്റീവ് എക്സാം ക്വസ്റ്റ്യൻ വരണം ഓട്ടോമാറ്റിക് ആയിട്ട്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ പ്രിപ്പയർഡ് ആണ്. സോ അപ്പൊ നമ്മൾ തന്നെ ചിന്തിക്കണം, നമുക്ക് ഇത്രയും 14 സബ്ജക്ട്സ് ഈ ഒരു പ്രോപ്പർ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം. മിനിമം നമുക്ക് 1 വർഷം വേണം. തുറന്നു പറയുകയാണ് ഞാൻ. നിങ്ങൾ ജോലിയുടെ കൂടെയാണ് പഠിക്കുന്നതെങ്കിൽ അതിന്റെ കൂടെ നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർഡ് ആകണമെങ്കിൽ മിനിമം 1 വർഷം സമയം വേണം. സോ ഇപ്പോഴേ നിങ്ങൾ തുടങ്ങിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. സോ ഇങ്ങനെയുള്ള എക്സാം ഒന്നും ഒരിക്കലും നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ തുടങ്ങിയാൽ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമുക്കൊരു കോമ്പറ്റീറ്റീവ് എക്സാം പ്രിപ്പറേഷൻ രീതിയിൽ കംപ്ലീറ്റ് ആവില്ല. നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പഠിക്കുന്ന കാര്യങ്ങളെ മാർഗാക്കി മാറ്റാനായിരിക്കണം, സ്കോറാക്കി മാറ്റാനായിരിക്കണം. അല്ലാതെ വലിയ വലിയ ആനക്കാര്യങ്ങളും പഠിച്ച് അവസാനം സിമ്പിൾ ക്വസ്റ്റ്യൻസും പോലും തെറ്റിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ എന്തൊക്കെയോ കുറെ വായിച്ച് അങ്ങനെ നമ്മുടെ അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുവരെ അസിസ്റ്റന്റ് പ്രൊഫസർ, നഴ്സിംഗ് ട്യൂട്ടർ, സ്റ്റാഫ് നഴ്സ് ഇതെല്ലാം ഒരേ ലെവൽ ഒരേ പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പർ ലാസ്റ്റ് 2016 ശേഷം ക്വസ്റ്റ്യന്റെ ലെവൽ മാത്രം ഇച്ചിരി മാറുന്നേ ഉള്ളൂ. ഈവൻ നിങ്ങൾക്ക് തന്നെ 2018 അസിസ്റ്റന്റ് പ്രൊഫസർ, DME സ്റ്റാഫ് നഴ്സ്, PSC തമ്മിൽ നിങ്ങളുടെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേക്കാളും ടഫായിരുന്നു അല്ലെ? നഴ്സിംഗ് DME എക്സാം DME എക്സാം എന്ന് പറഞ്ഞ സ്റ്റാഫ് നഴ്സ് എക്സാം അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേക്കാൾ ടഫായിരുന്ന ഒരു സാഹചര്യം പറഞ്ഞു. ടഫ് 28 മാർക്കേ ഉണ്ടായിരുന്നു. സോ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കണം. DME സ്റ്റാഫ് നഴ്സ്, PSC, നഴ്സിംഗ് ട്യൂട്ടർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ഇതിന്റെ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം റിവ്യൂ ചെയ്യണം. നമ്മൾ DME പഠിക്കുമ്പോൾ ഇതുവരെ എല്ലാ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങി. അല്ല ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാതെ, ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കാതെ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മനസ്സിലാക്കാതെ കേരള PSCയുടെ സിലബസ് വെച്ച് പഠിക്കാൻ നിന്നാൽ ഒരിക്കലും നമ്മൾ കോമ്പറ്റീറ്റീവ് എക്സാം സിലബസ് കംപ്ലീറ്റ് ആവില്ല. ഞാൻ പറയുന്നത് അതിനകത്ത് ആകെ നെർവസ് സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം ഒക്കെ ഉണ്ടാവുള്ളൂ. അതിനകത്ത് എന്ത് പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം, ആ ഓരോ ടോപ്പിക്കിനകത്ത് എന്തൊക്കെ എക്സാം പോയിന്റുകൾ പഠിക്കണം, അത് മനസ്സിലാക്കി പഠിക്കുന്നവർ മാർക്ക് സ്കോർ ചെയ്യും. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് MSc നഴ്സിംഗ് എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾക്ക്. സോ 15 മാർക്കിൽ താണാൽ നിങ്ങളുടെ റാങ്ക് അത് അഫക്റ്റ് ആകും. സോ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മൾ നഴ്സിംഗ് ഏത് എക്സാം ആണെങ്കിലും, കേരള PSCയുടെ എക്സാം ആണെങ്കിൽ ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ 3 സബ്ജക്ട്സിന്റെ 20 മാർക്കിനാണ്. കാരണം ഇത് പഠിക്കാൻ വെറും 3 ആഴ്ച പോലും വേണ്ട ഈ 20 മാർക്ക് നേടാനായിട്ട്. പക്ഷെ പഠിക്കുമ്പോൾ ഞാൻ പറയുന്നത് വെറുതെ പെരിഫറലി പഠിക്കുകയല്ല, ഓരോ ടോപ്പിക് എടുക്കുക, ആ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ അതാത് എക്സാമ്പിളുടെ, നഴ്സിംഗ് എക്സാമ്പിളുടെ എന്നല്ല, ഇതൊന്നും കൃത്യമായിട്ട് എക്സാമിന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം. നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളൊരു മൈൻഡ് മാപ്പ് തയ്യാറാക്കണം. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മുടെ എക്സാമിന്. അത് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഇതൊക്കെയാണ് ഓരോ ടോപ്പിക്കിനകത്തും, ഓരോ സബ്ജക്ട്സിനകത്ത്, ഓരോ ടോപ്പിക്കിനകത്ത് ഇതൊക്കെയാണ് പഠിക്കേണ്ടത്.
ഓരോ ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കണം. സോ കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗിന്റെ എക്സാം ഡയറക്ട് റിക്രൂട്ട്മെന്റ് 567/2022 നോട്ടിഫിക്കേഷൻ ഡേറ്റ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. സ്കെയിൽ ഓഫ് പേ അസിസ്റ്റന്റ് പ്രൊഫസർ നിങ്ങൾക്കറിയാം 57,700 മുതൽ 1,82,400 വരെയാണ്. പ്ലസ് അതിന്റെ കൂടെ DA 18% ഉണ്ട്, പിന്നെ HRA ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്. പിന്നെ ഇതുകൂടാതെ നിങ്ങൾക്കറിയാം ഇപ്പോ അത്യാവശ്യം നല്ലൊരു ശതമാനം DA പെൻഡിങ് ആണെന്ന് അല്ലെ, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതുകൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലിലാണ് സാലറി പോകുന്നത്. DA എത്ര ശതമാനം പെൻഡിങ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അന്ന് പറയുന്നത്. ദെൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് വരുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എന്ന്. കഴിഞ്ഞ വേക്കൻസി എന്ന് പറയുന്ന ഡയറക്ട് റിക്രൂട്ട്മെന്റ് 13 വേക്കൻസീസ് ആയിരുന്നു. ദെൻ അതിന്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 30/12/2022 ആണ്. 2022 ഡിസംബർ 30-നാണ് വന്നത്. സോ അതുകൊണ്ടാണ് ഇത്തവണയും അത് പറയാൻ വിട്ടുപോയി, എപ്പോ ഈ അസിസ്റ്റന്റ് പ്രൊഫസർ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും അല്ല, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ സംശയത്തോട് ചോദിക്കുന്നവരാണ് എപ്പോ ഈ എക്സാം വിളിക്കും. കഴിഞ്ഞ എക്സാം വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഇത്രയും നേരത്തെ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ടോ, ഇത്രയും നേരത്തെ എക്സാം വിളിക്കുമോ എന്ന് പലരും സംശയം ചോദിച്ചു. അതിന് കാരണം ഇപ്പോഴത്തെ എക്സാമുകളെല്ലാം PSCയുടെ നിലവിലെ റൂൾ എന്ന് പറയുന്നത് ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്നാണോ കഴിയുന്നത് അന്ന് അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. 3 വർഷം ഒരു റാങ്ക് ലിസ്റ്റ് കാലാവധി എന്നാണോ പൂർത്തിയാകുന്നത് അന്ന് അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. അതുകൊണ്ടാണ് കഴിഞ്ഞ DHS എക്സാം കഴിഞ്ഞ് 1.5 വർഷം റാങ്ക് ലിസ്റ്റ് ആയപ്പോൾ അടുത്ത എക്സാം വിളിച്ചു. 14 ജില്ലകളിലും കൃത്യം എന്നാണോ എക്സാം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞത് അന്ന് അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ DME സ്റ്റാഫ് നഴ്സ് PSC എക്സാം അടുത്ത ജനുവരി ലാസ്റ്റ് വരെ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉള്ളതാണ്. കഴിഞ്ഞ ഡിസംബർ 15-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ വർഷം. അതിന്റെ എക്സാം ആണ് ഈ കഴിഞ്ഞ ജൂലൈയിൽ കഴിഞ്ഞത്. അങ്ങനെ വരുമ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് അടുത്ത 2027 ഫെബ്രുവരി വരെ. 2027 ഫെബ്രുവരി വരെയാണ് അതിന് കാലാവധി ഉള്ളത്. 21-ാം തീയതിയാണ്. അപ്പൊ ആ ഫെബ്രുവരി 21, 2027 അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. അപ്പൊ അങ്ങനെ നിലവിൽ വരണമെങ്കിൽ 2026 പകുതിയോടുകൂടിയെങ്കിലും എക്സാം നടക്കണം. കാരണം അത് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഉണ്ട് അല്ലെ, ഷോർട്ട് ലിസ്റ്റ് വരണം, പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വേണം, വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞ് വേണം റാങ്ക് ലിസ്റ്റ് നിലവിൽ വരാനായിട്ട്. ഒരു 2026 പകുതിയോടുകൂടിയെങ്കിലും എക്സാം നടന്നാലേ ഈ 2027 ഫെബ്രുവരിയിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും, പിന്നെ നിങ്ങൾക്കറിയാം എപ്പോഴും ഇങ്ങനെയുള്ള എക്സാമുകൾ എല്ലാം വിളിക്കുന്നത് ആ ഒരു വർഷത്തിന്റെ എൻഡിലായിരിക്കും, തൊട്ടുമുന്നത്തെ ആ ലാസ്റ്റ് ഡിസംബർ കണ്ട ഇത് വന്ന് 30/12/2022 ആ ഡേറ്റിന് വരാൻ കാരണം ആ വർഷം ഏജ് ഓവർ ആകുന്ന ഏത് സമയത്ത് ഏജ് ഓവർ ആകുന്ന ഒരാൾക്കും ആ എക്സാം എഴുതാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ വർഷം ഡിസംബർ ലാസ്റ്റ് വീക്കിൽ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ നോട്ടിഫിക്കേഷൻ കേരള PSC ഇപ്പോഴത്തെ നിലവിലെ റൂൾ അനുസരിച്ച് വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നാൽ മാത്രമേ 2027 ഫെബ്രുവരിയോടുകൂടി എക്സാം നടത്തി ഇന്റർവ്യൂ നടത്തി അവർക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ കഴിയുള്ളൂ. സോ നമ്മൾ അതുകൊണ്ട് ഡിസംബർ ലാസ്റ്റ് വീക്കാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അതിന്റെ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് 1/2/2023 ആയിരുന്നു. ദെൻ ആ വർഷം നോക്കിയുള്ള 1/2/2023 ലാസ്റ്റ് ഡേറ്റ്. എക്സാം ഡേറ്റ് എന്നാണ് നോക്കി 25/5/2023. ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞ് വെറും എത്ര മാസം കിട്ടി? 3 മാസം അല്ലെങ്കിൽ 4 മാസം മാക്സിമം കിട്ടിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് 4 മാസം കൊണ്ടൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അല്ലെങ്കിൽ 5 മാസം കൊണ്ടൊക്കെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഞാൻ പറഞ്ഞതുപോലെ പ്രോപ്പർ വേയിൽ പ്രിപ്പയർ ചെയ്യാൻ ഒരു കാരണവശാലും കഴിയത്തില്ല. കാരണം നമ്മൾ തിയറി പഠിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം വേണം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനും, ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാനും, സബ്ജക്ട് ഫയൽ പ്രിപ്പയർ ചെയ്യാനും, OMR എക്സാം ഒക്കെ എഴുതി പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതിനാണ് കൂടുതൽ സമയം എടുക്കുക. തിയറി പഠിക്കാൻ വളരെ കുറച്ച് സമയം മതി. ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് അതിനെ മാർഗാക്കി മാറ്റാനാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുക. ഞാൻ പറഞ്ഞു മാർഗാക്കി മാറ്റുന്നതാണ് 75% നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ സമയം ഞാൻ വേണമെന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ അങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ ഇത്രയും വലിയൊരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ. സോ അതുകൊണ്ട് ആരും നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ ഇരിക്കരുത്. പ്രത്യേകിച്ച് ജോലി ചെയ്തിട്ട് ജോലിയുടെ കൂടെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ. 90% പേരുടെയും പ്രശ്നമാണ്, പ്രത്യേകിച്ച് സർവീസ് കോട്ടയിലുള്ളവർ. കാരണം സർവീസ് കോട്ടയിൽ എല്ലാവർക്കും എല്ലാ നൈറ്റ് ഡ്യൂട്ടിയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഇപ്പോഴേ സമയം കൊടുക്കില്ല. പിന്നെ എല്ലാ ഫാമിലിയുടെ കൂടെയൊക്കെ ആയിരിക്കും, ഇപ്പോഴേ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, കുറേയധികം പേരെങ്കിലും കഴിഞ്ഞ എക്സാം കഴിഞ്ഞ അന്ന് മുതൽ
ഈ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന കുട്ടികളുണ്ട്. കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം കഴിഞ്ഞ അന്ന് മുതൽ ഇപ്പോഴും അടുത്ത അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന് വേണ്ടി പഠിക്കുന്ന കുട്ടികളായിരിക്കും. നമ്മുടെ കഴിഞ്ഞ DME ബാച്ചിൽ പോലും 5ലധികം കുട്ടികൾ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ പഠിക്കുന്നവരുണ്ട്. അങ്ങനെ പഠിക്കുന്നവർക്ക് വിജയിക്കാനും കഴിയും ഉറപ്പായിട്ടും. സോ വെയിറ്റ് ചെയ്യരുത്, എത്രയും വേഗം പഠിച്ചു തുടങ്ങുക. സമയം എടുത്ത് മാത്രമേ ഇങ്ങനെയുള്ള വലിയ വലിയ എക്സാമുകൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലേ നമുക്ക് ലക്ഷ്യത്തിൽ പ്രോപ്പറായിട്ട് എത്താൻ പറ്റുള്ളൂ. യെസ്. സോ 4 മാസമാണ് മാക്സിമം, 5 മാസമാണ് മാക്സിമം കിട്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ട്. സോ അതുകൊണ്ട് തന്നെ നേരത്തെ പഠിച്ചു തുടങ്ങുക. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ട് റിക്രൂട്ട്മെന്റിന്റെ 22 മുതൽ 41 വയസ്സ് വരെയാണ്. ജനറൽ കാറ്റഗറിയിൽ 41 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 44 വയസ്സ്, SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 46 വയസ്സ്. കാരണം അവർക്ക് 3 വർഷം 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റിന്റെ പ്രത്യേകത, സർവീസ് കോട്ടക്കാരാണ്, അതിൽ വേക്കൻസി ഒന്നും ഉണ്ടായിരുന്നില്ല. ബൈ ട്രാൻസ്ഫർ 1:1 ആണ്. ഈ ബൈ ട്രാൻസ്ഫറിന്റെ പ്രത്യേകത വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. സർവീസ് കോട്ട ഉള്ളവരാണെങ്കിൽ, 1 വർഷം സർവീസ് പൂർത്തിയാക്കിയവരാണെങ്കിൽ സ്റ്റാഫ് നേഴ്സ് പോസ്റ്റിലൊക്കെ നിങ്ങൾക്ക് ബൈ ട്രാൻസ്ഫർ കിട്ടും. അത് ലോട്ടറിയാണ്. ഞാൻ അങ്ങനെ പറയുള്ളൂ, ബമ്പർ ലോട്ടറിയാണ്. കാരണം ജനറൽ 5000 പേര് എഴുതുന്ന സ്ഥാനത്താണ് ബൈ ട്രാൻസ്ഫറിൽ കേവലം 500 പേര് എഴുതുന്നത്. അല്ല, കഴിഞ്ഞ 800 ആണെന്ന് തോന്നുന്നു. കഴിഞ്ഞ എക്സാമിൽ 800 എന്തോ ആണെന്ന് തോന്നുന്നു. ആകെ അപ്ലൈ ചെയ്തവർ എഴുതിയവർ ഇത്രയും കുറവാണ്. അതില് ഈ ബൈ ട്രാൻസ്ഫറിന്റെ പ്രത്യേകത, അവർക്ക് ജനറലിലും അപ്ലൈ ചെയ്യാൻ പറ്റും, ബൈ ട്രാൻസ്ഫറിലും അപ്ലൈ ചെയ്യാൻ പറ്റും. 2 റാങ്ക് ലിസ്റ്റിൽ അവർക്ക് ഉൾപ്പെടാം. ഇനി അതിന്റെ ഗുണം എന്ന് പറയുന്നത്, ഈ ജനറൽ ബൈ ട്രാൻസ്ഫർ 1:1 നിയമനം കിട്ടുന്നത്. മീൻസ് ഡയറക്ട് റിക്രൂട്ട്മെന്റിൽ നിന്ന് ഒരാളെ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബൈ ട്രാൻസ്ഫറിൽ നിന്ന് ഒരാളെ എടുക്കും. പക്ഷേ ഡയറക്ട് റിക്രൂട്ട്മെന്റിനകത്ത് വീണ്ടും ഒരു വലിയൊരു അനീതിയുണ്ട്. ഡയറക്ട് റിക്രൂട്ട്മെന്റിനകത്ത് വീണ്ടും നമ്മുടെ കേരള PSCയുടെ ടേൺ ബാധകമാകും, റിസർവേഷൻ ടേൺ ബാധകമാകും. അതായത് നിങ്ങൾക്കറിയാം, ഒന്നാമത് PH ആയിരിക്കും പോകുന്നത്. ഫസ്റ്റ് പോകുന്ന PH ആണ്. ഒരു PH അവിടെ എടുത്താൽ ഇപ്പുറത്ത് സർവീസ് കോട്ടയിൽ നിന്ന് ഒരാൾ കയറും. അടുത്തൊരു ഓപ്പൺ കാൻഡിഡേറ്റ് കയറിയാലും ഇപ്പുറത്ത് ഒരാൾ സർവീസ് കോട്ടയിൽ നിന്ന് കയറും. അടുത്തൊരു ഈഴവ കയറിയാലും ഇപ്പുറത്ത് ഒരാൾ കയറും. വീണ്ടും അടുത്തൊരു ഓപ്പൺ കാൻഡിഡേറ്റ് കയറി ഇപ്പുറത്ത് ഒരാൾ കയറും. സോ ബൈ ട്രാൻസ്ഫറുകാർക്ക് റിസർവേഷൻ ബാധകമേ അല്ല. നിങ്ങളുടെ നോർമൽ റാങ്ക് അനുസരിച്ച് അപ്പുറത്ത് ഒരാൾ റിസർവേഷനൊക്കെ അനുസരിച്ച് കയറുമ്പോഴും നിങ്ങൾ ഇപ്പുറത്തൊന്ന് ബൈ ട്രാൻസ്ഫറിൽ നിന്ന് ഒരാൾ കയറിക്കൊണ്ടേയിരിക്കും. സോ ബൈ ട്രാൻസ്ഫർ അല്ലെങ്കിൽ റിസർവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, സർവീസ് കോട്ട കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ചാൻസ് ആണ്. ഒന്നും പഠിച്ചു കഴിഞ്ഞാൽ നല്ല ചാൻസ് ആണ്. ഓപ്പൺ ആയിട്ട് പറയും. പിന്നെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഈ രണ്ടിലും ആദ്യ റാങ്കുകളിൽ കോമൺ ഒരേ ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് 2 പേർക്കും ഈ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ഒന്നും വലിയ പ്രോബ്ലം വന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, ഒരു 10ാം റാങ്കിൽ ഒരു ജനറൽ കാൻഡിഡേറ്റ് ആണ് വരുന്നതെങ്കിൽ, ആ ജനറൽ ഡയറക്ട് റിക്രൂട്ട്മെന്റിൽ ഒരു 10ാം റാങ്ക് ആണ് വരുന്നതെങ്കിൽ, ഒരു ജനറൽ ആയിട്ടുള്ള ഒരാൾ, റിസർവേഷൻ ഒന്നും ഇല്ലാത്ത ഒരാളാണ് വരുന്നതെങ്കിൽ, നോർമലി കിട്ടണമെങ്കിൽ ഒരു 40 പോസ്റ്റിംഗ് നടക്കണം. 40 പോസ്റ്റിംഗ് നടന്നാലേ ഇവർക്ക് ഈ 10ാമത്തെ റാങ്കിൽ അപ്പോൾ കിട്ടുള്ളൂ. കാരണം എന്താ, ഓപ്പൺ കാൻഡിഡേറ്റ് ഒരാൾ പോകും, അപ്പുറത്ത് ബൈ ട്രാൻസ്ഫർ ഒരാൾ കയറും, വീണ്ടും ഇതിനിടെ PH വരും, അപ്പുറത്ത് ഒരാൾ കയറും, ദെൻ വീണ്ടും ഓപ്പൺ കാൻഡിഡേറ്റ് വരും, അടുത്ത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ രണ്ടിലും ആദ്യം കുറെ വരുന്നത് കോമൺ ആയിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് വലിയ രീതിയിൽ ബാധിക്കുക. ക്ലിയർ? ഇല്ല, സെൻട്രൽ നമ്മുടെ കേരള സർവീസ് ആണ് കേട്ടോ. കേരള സർവീസിൽ 1 വർഷം പൂർത്തിയാക്കണമെന്നാണ്. സോ അതുകൊണ്ട് ബൈ ട്രാൻസ്ഫർ സർവീസ് കോട്ട 1 വർഷം കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അവർക്ക് സർവീസ് കോട്ട കിട്ടും. 1:1 റിസർവേഷൻ അവർക്കുണ്ട്. സോ അങ്ങനെ കിട്ടിയാൽ ലോട്ടറിയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നഴ്സിംഗ് ട്യൂട്ടറിന്റെ റിസർവേഷൻ വരുന്നത് DHSകാർക്ക് മാത്രമാണ്, അല്ലെ? ഹെൽത്ത് സർവീസ് ഇല്ല, JPH ഹെൽത്ത് സർവീസിൽ മാത്രമാണ്, DHSകാർക്ക് മാത്രമാണ് നഴ്സിംഗ് ട്യൂട്ടറിൽ റിസർവേഷൻ ഉള്ളത്, സർവീസ് കോട്ട ഉള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് DHSലും DMEയിലും ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സർവീസ് കോട്ട. അതുപോലെ തന്നെ സർവീസ് കോട്ടയിൽ ഏജ് ലിമിറ്റ് ഇല്ല. ജനറൽ ആണെങ്കിൽ ഡയറക്ട് റിക്രൂട്ട്മെന്റിൽ ജനറൽ 41, 44, 46 വരെയാണ്. പക്ഷെ ബൈ ട്രാൻസ്ഫറിൽ ഏജ് ലിമിറ്റ് ഇല്ല. 1 ഇയർ സർവീസ് മസ്റ്റ് ആണ് കേട്ടോ. ആപ്ലിക്കേഷനിലെ ലാസ്റ്റ് ഡേറ്റിൽ 1 ഇയർ സർവീസ് പൂർത്തിയാവണം. പിന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MSc നഴ്സിംഗ് ആണ്. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പൊ നമ്മുടെ മറ്റ് എക്സാമുകളെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് രജിസ്ട്രേഷൻ, അല്ലെ, കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണമെന്നുണ്ട്. പക്ഷേ ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗിന്
കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധമല്ല. കേരള നഴ്സിംഗ് കൗൺസിൽ നിർബന്ധം അല്ല എന്നല്ല പറയുന്നത്. കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ കിട്ടും, അല്ലെങ്കിൽ അതിന് എലിജിബിൾ ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് മറ്റു സംസ്ഥാനങ്ങളിലാണ് രജിസ്ട്രേഷൻ എങ്കിലും നമുക്ക് കേരളത്തിലേക്ക് രജിസ്ട്രേഷൻ മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്കത് എക്സാമിന് നമുക്ക് അപ്ലൈ ചെയ്യാം. യെസ്, അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും, കേരളത്തിലേക്ക് രജിസ്ട്രേഷൻ മാറ്റാൻ പറ്റും. സോ അങ്ങനെ കേരള രജിസ്ട്രേഷനിലേക്ക് മാറ്റാൻ പറ്റുന്നവർക്ക് ഉറപ്പായിട്ടും അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗിൽ നിങ്ങൾ എലിജിബിൾ ആണ്. എന്നാൽ മറ്റ് എക്സാമ്പിളിൽ അങ്ങനെയല്ല, നമുക്ക് മസ്റ്റ് ആയിട്ടും കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണമെന്നുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെ ഇല്ല കേട്ടോ. കണ്ടോ, those who have not registered with the Kerala Nursing Council are also eligible provided they obtain registration from Kerala Nursing Council before appointment. അപ്പോയിന്റ്മെന്റിന് മുന്നേ നമുക്ക് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ആക്കി മാറ്റിയാൽ മതി, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഓക്കെ, അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇങ്ങോട്ട് മാറ്റാവുന്നതാണ്. അതായത് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതിനകത്ത് നിങ്ങൾ മാറ്റിയാൽ മതി, ആവശ്യത്തിന് സമയമുണ്ട്. സോ അതൊന്നും എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 21/2/2021 നിലവിൽ വന്നത്. സോ അതിന്റെ മെയിൻ ലിസ്റ്റിൽ 75 ഉദ്യോഗാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് വെറും 37.33 മാർക്ക് മാത്രമാണ്. ആ എക്സാമിന്റെ കട്ട് ഓഫ് മാർക്ക് വെറും ഉറപ്പായിട്ടും വെറും 37.33 മാർക്ക് മാത്രമാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് റാങ്കിന്റെ മാർക്ക് എന്ന് പറയുന്നത് 50 മാർക്ക് മാത്രമാണ്. ഉണ്ടോ, 50 മാർക്ക് മാത്രമാണ്. പിന്നെ ഇന്റർവ്യൂ മാർക്ക് എന്ന് പറയുന്നത് കോമഡിയാണ്. കണ്ടോ, 12, 12, 12. ഞാൻ നേരത്തെ പറയാറുണ്ട്, ഒരു ആവറേജ് മാർക്കാണ് എല്ലാവർക്കും. ഓക്കെ, എനിവേ, സോ ഫസ്റ്റ് റാങ്കിന്റെ മാർക്ക് 50 മാർക്കേ ഉള്ളൂ 100 ക്വസ്റ്റ്യനിൽ. ഒക്കെ മാർക്ക് ആരെ കൊണ്ടും വാങ്ങാൻ പറ്റുന്ന മാർക്കാ. മെയിൻ ലിസ്റ്റ് 37.33 മാർക്ക്, 40 മാർക്കിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ജോലി ഉറപ്പാണ്. കഴിഞ്ഞ എക്സാമില് 100 ക്വസ്റ്റ്യനിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്ന് എക്സാമിനെ അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ 100 ക്വസ്റ്റ്യനിൽ 50 മാർക്കൊക്കെ മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ കഷ്ടപ്പെട്ട് 1 വർഷം പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണം? അല്ലെങ്കിൽ 40 മാർക്ക് എന്തെങ്കിലും മേടിക്കേണ്ട ഒരു കോമ്പറ്റീറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്താൽ അതിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ നോക്കുക ആ ക്വസ്റ്റ്യൻ പേപ്പർ, 50 മാർക്കൊക്കെ ഈസി ആയിട്ട് മേടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അത്, മര്യാദയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്. നിങ്ങൾ നോക്കുമ്പോൾ കുറെ വലിയ വലിയ ക്വസ്റ്റ്യനുകൾ കാണും, എന്ന് വെച്ചാൽ അതൊന്നും ആരും ആൻസർ ചെയ്തിട്ടില്ല. ആ ക്വസ്റ്റ്യൻ ഇട്ടവർക്ക് പോലും അറിയത്തില്ല അതെ ഈ നേഴ്സിംഗ് ടെക്സ്റ്റിൽ ഉള്ള കാര്യം തന്നെയാണ്. കുറച്ച് ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടായിരുന്നു, ഇതെല്ലാം കോപ്പിയാണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് റൂട്ട് കിട്ടും എവിടെയാ നിൽക്കുന്നത്. അപ്പൊ മനസ്സിലാക്കുക, കൃത്യമായിട്ട് മര്യാദയ്ക്ക് പഠിച്ചാൽ, സ്റ്റാഫ് നേഴ്സ് ലെവലിൽ പഠിച്ചാൽ പോലും 40 മാർക്കിന് മുകളിലേക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അത്. നിങ്ങളൊന്ന് ആദ്യം തന്നെ ഒന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ ഉറപ്പായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ടൊന്ന് ആൻസർ ചെയ്ത് ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. ഈ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ ഞാൻ എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്. സോ ഒന്ന് സ്വന്തമായിട്ട് ആൻസർ ചെയ്ത് നോക്കുക. എനിക്ക് എത്ര മാർക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട്, സോ ഞാൻ നല്ല മാർക്കിലേക്ക് വരാൻ ഇത് എത്ര മാർക്കിലേക്ക് എത്തിക്കണം. നിങ്ങൾ സ്വന്തമായിട്ട് ഈ കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് എഴുതി നോക്കും. ഇപ്പൊ എനിക്കൊരു 30 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ എനിക്ക് അതിന് 60 മാർക്കിലേക്ക് കൊണ്ടുപോകണം. അതിന് ഞാൻ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്ത് പഠിക്കണം, ഏതൊക്കെ സബ്ജക്ട്സിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതാണ് എളുപ്പത്തിൽ പഠിച്ചാൽ എനിക്ക് മാർക്ക് കൃത്യമായിട്ട് പഠിച്ചാൽ അതുപോലെ എനിക്ക് മാർക്ക് കിട്ടുന്ന സബ്ജക്റ്റുകൾ, അതിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കണം, ഏത് സബ്ജക്ട്സ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം, അതിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിനൊക്കെ അങ്ങനെ ചെയ്യുന്നവര്. സോ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് പോലും 37.33 മാർക്കേ ഉള്ളൂ കട്ട് ഓഫ്. 40 മാർക്ക് കിട്ടിയവർക്ക് ജോലി ഉറപ്പായിരുന്നു. രണ്ടാമത് ബൈ ട്രാൻസ്ഫർ. ബൈ ട്രാൻസ്ഫറിന്റെ മെയിൻ ലിസ്റ്റിൽ 67 പേരാണ് ഉൾപ്പെട്ടത്. അതിന്റെ കട്ട് ഓഫ് മാർക്ക് വെറും 34.67 മാർക്കാണ്. 34.67 ആണ്. 67 മാർക്കാണ് ബൈ ട്രാൻസ്ഫറിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ എക്സാമിൽ. വർക്ക് സർവീസിലാണെങ്കിൽ NOC ആണ് കേട്ടോ. കഴിഞ്ഞ നിന്നുള്ള അപ്പോയിന്റ്മെന്റ് സ്റ്റാറ്റസ്, ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുമ്പോൾ 59 അഡ്വൈസ് ആണ് നിലവിൽ ആയിട്ടുള്ളത്. ഇനിയും 1.5 വർഷത്തിലധികം കാലാവധി ഉണ്ട്. അല്ല, അടുത്ത 2027 ഫെബ്രുവരി ഉണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് എത്ര നിയമനം ഇനിയും നടക്കും എന്നുള്ളത് അല്ലെ. കാരണം ഇനിയും 2 റിട്ടയർമെന്റ് വരുന്നുണ്ട്. കാരണം അടുത്ത ആന്റിസിപ്പേഷൻ കൂടെ അവർക്ക് കിട്ടും. 59 നിലവിൽ തന്നെ അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുണ്ട്. ഓപ്പൺ കാൻഡിഡേറ്റ് 28ാമത്തെ റാങ്ക്, EWS
സപ്ലിമെന്ററിയിൽ നിന്ന് 3ാമത്തെ റാങ്ക് വരെ എടുത്തിട്ടുണ്ട്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EWS റാങ്ക് ലിസ്റ്റ്. അതൊക്കെ നല്ല അഡ്വാൻറ്റേജ് റാങ്ക് ലിസ്റ്റിലാണ്. സപ്ലിയിൽ നിന്ന് 3 ദെൻ ഈഴവ 51ാമത്തെ റാങ്ക്, ദെൻ SC സപ്ലിയിൽ നിന്ന് 1, മുസ്ലിം 71, LC ആംഗ്ലോ ഇന്ത്യൻ 32, OBC വിത്തിൻ OC തന്നെയാണ് 22 തന്നെയാണ്. ദെൻ വിശ്വകർമ്മ സപ്ലിയിൽ നിന്ന് 2, SIC വിത്തിൻ ഓപ്പൺ കാൻഡിഡേറ്റ് തന്നെയാണ്, SCCC ഓപ്പൺ കാൻഡിഡേറ്റ്. പിന്നെ ബൈ ട്രാൻസ്ഫറിൽ റാങ്ക് വന്നിരിക്കുന്നത് 31 31ാമത്തെ റാങ്ക് വരെ എത്തിയിട്ടുണ്ട്. അതെന്നൊക്കെ പറഞ്ഞാൽ മാർഗം എന്ന് പറഞ്ഞാൽ ആലോചിക്കുക എത്ര മാർഗമാണെന്നുള്ളത്. നിങ്ങൾ എക്സാമിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്ത് കൃത്യമായിട്ട് ആ ഒരു ലക്ഷ്യത്തോട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാർഗമൊന്നും വലിയ മാർഗങ്ങളല്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് തന്നെയാണ് സെയിം പാറ്റേൺ ആണ് ഇനി അങ്ങോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ വേക്കൻസി എന്നല്ല, അടുത്തതാണെങ്കിലും ഓരോ വർഷം റിട്ടയർമെന്റ് വേക്കൻസി ഉണ്ട്. അത് കൂടാതെ നിങ്ങൾക്കറിയാം ഇപ്പൊ എല്ലാ ജില്ലകളിലും പുതിയ നഴ്സിംഗ് കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആദ്യം ഒറ്റ പോസ്റ്റ് മാത്രമേ ഒറ്റ സെക്ഷൻ മാത്രമേ പോസ്റ്റിംഗ് നടന്നിട്ടുള്ളൂ. അല്ല, എല്ലായിടത്തും 2 വെച്ച് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് 4 വർഷം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ നടന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഈ ഓരോ ഇതിലേക്കും പ്രൊമോഷൻ പോസ്റ്റുകളും റിട്ടയർമെന്റും ഒക്കെ വരുമ്പോഴും അത്യാവശ്യം പോസ്റ്റിംഗ് നടക്കും. കാരണം ഇത് എല്ലായിടത്തും പ്രിൻസിപ്പൾമാർ വേണം, എല്ലായിടത്തും പ്രൊഫസേഴ്സ് വേണം, അസോസിയേറ്റ് പ്രൊഫസേഴ്സ് വേണം. സോ താഴത്തെ ലെവലിൽ പോസ്റ്റിംഗ് നടന്നേ പറ്റൂ. അതുകൊണ്ടാണ് അസിസ്റ്റന്റ് പ്രൊഫസറിന് ഇത്രയും അഡ്വാൻറ്റേജ് വരുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ലിസ്റ്റുകാർക്ക് നമ്മൾ ആ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴേ പറയും, ഈ കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം എഴുതുന്നവരെ സംബന്ധിച്ച് വലിയ ചാൻസ് ആണ് ഇത്രയും പോസ്റ്റിംഗ് നടക്കുന്ന ലിസ്റ്റ് തന്നെ ആയിരിക്കും. ക്ലിയർ? ഇനി അതിന് മുന്നേ നടന്ന എക്സാം 2018 അതിൽ മെയിൻ ലിസ്റ്റിൽ 59 പേരായിരുന്നു. അതിൽ GK ഒക്കെ ഉണ്ടായിരുന്ന 20 ക്വസ്റ്റ്യൻ വന്ന എക്സാം ആയിരുന്നു. കട്ട് ഓഫ് മാർക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് 41 മാർക്കാണ്. അതിൽ ഫസ്റ്റ് റാങ്ക് വന്ന 57 മാർക്കാണ്, രണ്ടാമത് 53, 52 അവർ റേഞ്ചേ ഉള്ളൂ. 50 നോക്കുക അല്ലേ, നോക്കുക. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന നഴ്സിംഗിന്റെ ഏറ്റവും വലിയ ഇപ്പൊ കേരളത്തിലെ ടെക്സ്റ്റുകൾ വരെ എഴുതിയ ആൾക്കാരൊക്കെയാണ് ഇതിനകത്തുള്ളത്. മാർക്ക് നോക്കുക, 51 മാർക്കൊക്കെയാണ് അല്ലെ. ആ ഒരു മാർക്ക് നമുക്കും പറ്റും. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക, ആ മാർക്കൊക്കെ നിങ്ങൾക്കും പറ്റും വാങ്ങാൻ. സോ എക്സാമിനെ മനസ്സിലാക്കി പഠിക്കുക. യെസ്, അതെ, മേഡം 10ാമത്തെ റാങ്കായിരുന്നു. സോ നന്നായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും നല്ല റാങ്കിലേക്ക് എത്താൻ. ഈ ഒരു മാർഗൊക്കെ ഒന്ന് വിലയിരുത്തുക. എന്നെടുത്തിട്ട് യെസ്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് നോക്കുക. ക്ലിയർ? ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ പ്ലാൻ ചെയ്യണം, ഈ മാർക്കിൽ നിന്ന് എനിക്ക് എവിടെ എത്തണം, ഇത്ര മാർക്കിലേക്കെങ്കിലും എനിക്ക് എത്തണം. അതിന് ഞാൻ ഇനിയുള്ള ഒരു വർഷം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്താൽ എനിക്ക് ആ ഒരു മാർക്കിലേക്ക് എത്താൻ പറ്റും. അവിടെയാണ് നിങ്ങളുടെ വിജയം. ക്ലിയർ അല്ലേ? ഇനി ബൈ ട്രാൻസ്ഫർ ആണെങ്കിലും മെയിൻ ലിസ്റ്റിൽ 58 പേരാണ് ഉണ്ടായിരുന്നത്. പക്ഷെ കട്ട് ഓഫ് മാർക്ക് വളരെ വ്യത്യാസമുണ്ട്. ഡയറക്റ്റിൽ 41 ആണെങ്കിൽ ബൈ ട്രാൻസ്ഫറിൽ വെറും 33 മാർക്കേ അവിടെയും ഉള്ളൂ അല്ലെ. കഴിഞ്ഞ 33 സംതിങ് ആയിരുന്നു, അതിന് മുന്നേ 33 മാർക്കേ ഉള്ളൂ. അപ്പൊ ഈ മാർഗം എന്ന് പറയുന്നത് ഒരു MSc നഴ്സിംഗ് കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വലിയ മാർഗമൊന്നും അല്ല ഒരിക്കലും. ഇതിന് മര്യാദയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാൾക്കും എത്താൻ പറ്റുന്ന മാർഗമാണ്. അത് നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. എത്ര മണിക്കൂർ ഞാൻ പഠിക്കണം ഒരു ദിവസം അല്ലെ. ചിലർക്ക് ഒരു തവണ വായിച്ച് തന്നെ മനസ്സിലാവും, ചിലർ 10 തവണ അത് വായിക്കേണ്ടി വരും, ചിലർക്ക് വായിച്ചാൽ മനസ്സിലാക്കില്ല അത് എഴുതി പഠിക്കേണ്ടി വരും. അത് നിങ്ങൾ വിലയിരുത്തണം. എനിക്ക് ഈ ഇത്രയും സമയമാണ് എന്റെ മുന്നിൽ ഇനിയുള്ളത്. ഇത്രയും സമയം കൊണ്ട് ഞാൻ ഈ 14 സബ്ജക്ട്സ് ഞാൻ പഠിച്ചു തീർക്കേണ്ടതായിട്ടുണ്ട്. മിനിമം 100 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ഞാൻ വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രയും മോഡൽ എക്സാമുകൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രയും പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഞാൻ ടോപ്പിക് വൈസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ടുണ്ട്. ഇത്രയും യൂണിറ്റ് എക്സാമ്പിൾ ഞാൻ വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രയും LMR ബൂസ്റ്റർ പോയിന്റ്സ് ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാനുണ്ട്. NCLEX RN ക്വസ്റ്റ്യൻ ഞാൻ ഇത്രയും വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത്രയും ഞാൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം ഞാൻ എത്ര സമയം കൊടുക്കണം പ്രോപ്പറായിട്ട്? ഇത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ ലെവല് നിങ്ങൾക്കേ അറിയുള്ളൂ. ചിലർക്ക് 2 മണിക്കൂർ മതിയാകും, ചിലർക്ക് 4 മണിക്കൂർ എടുക്കേണ്ടി വരും. പക്ഷെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് റെഗുലർ ആയിട്ട് പഠിക്കുക, കൺസിസ്റ്റൻസി ഉണ്ടാവണം.
കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, റെഗുലർ ആയിട്ട് പഠിക്കുക. ആദ്യത്തെ ഒരു ആവേശം കഴിയുമ്പോൾ തണുത്തു പോകരുത്. ഒരേ ആവേശത്തോടു കൂടി അവസാനം വരെ പഠിക്കണം. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കണം. കൃത്യമായ ഓരോ സബ്ജക്റ്റിനും മൈൻഡ് മാപ്പ് ഉണ്ടാകണം. ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നതിന് മൈൻഡ് മാപ്പ് ഉണ്ടാകണം. അങ്ങനെ പഠിച്ചാൽ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടില്ല. നിങ്ങൾക്കാണ് ആ ഒരു പ്ലാൻ വേണ്ടത്, അല്ലെ മറ്റൊരാൾ പറഞ്ഞു തരുന്ന അതുപോലെ ഫോളോ ചെയ്യാൻ. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഒരു മൈൻഡ് മാപ്പ് ഒരു പ്ലാൻ തയ്യാറാക്കുക. എക്സാമിന് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അതൊക്കെല്ലാം ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിനൊന്ന് യൂസ് ചെയ്താൽ മാത്രം മതി. അത് പഠിക്കേണ്ടതും അത് എക്സാമിന് എഴുതി മാർക്ക് സ്കോർ ചെയ്യേണ്ടത് നിങ്ങളാണ്. എക്സാമിന് എഴുതി അതിനെ മാർക്കാക്കി മാറ്റേണ്ട ഉത്തരവാദിത്വമാണ് നിങ്ങൾക്കുള്ളത്. സോ ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾ സ്കോർ ആക്കി മാറ്റും. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെ അതിനെ മാർക്ക് അല്ലെങ്കിൽ സ്കോർ ആക്കി മാറ്റണം. നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കി അതിനെ നല്ല സ്കോറുകളാക്കി മാറ്റണം. അങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടില്ല. നിങ്ങൾക്ക് ആ ഒരു മിനിമം മാർക്കിൽ ഉറപ്പായിട്ട് എത്താൻ പറ്റും എങ്ങനെയായി. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ, റെഗുലർ ക്ലാസ്സുകൾ നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം ഒരു സ്ലോ പേസിലേക്ക് പോകും. ദെൻ ഈവൻ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആദ്യം നാളെ മുതൽ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ 2010-ലെയും അതുപോലെ തന്നെ 15-ലെയും 18-ലെയും 21-ലെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആവും. സോ ആദ്യം തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം. നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിനെ റിവ്യൂ ചെയ്യണം. പറ്റുന്നവരെല്ലാം ആ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് സ്വന്തമായിട്ടൊന്ന് ആൻസർ ചെയ്ത് നോക്കണം. എന്നിട്ട് എത്ര മാർക്ക് കിട്ടുന്നു നോക്കണം. എന്നിട്ട് എനിക്ക് ഏത് ലെവലിലേക്ക് എത്തണമെന്ന് ഇപ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്യാം. എന്നിട്ടൊരു പ്ലാൻ തയ്യാറാക്കുക. ഓരോ സബ്ജക്ട്സിനും എത്ര മാർക്കാണ്, അതിൽ ഞാൻ എത്ര മാർക്ക് എനിക്ക് സ്കോർ ചെയ്യണം, അതിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ആ ഒരു പ്ലാൻ ഇപ്പോഴേ ചെയ്യണം കേട്ടോ. ഡീറ്റെയിൽസ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. സോ അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ലൈവ് ക്ലാസ്സുകൾ വരുന്നത് സൂം ആപ്ലിക്കേഷൻ വഴിയാണ്. നിങ്ങൾക്ക് അറിയാം, യൂട്യൂബിൽ നിങ്ങൾ വീഡിയോകളെല്ലാം കണ്ടിട്ടുണ്ടാവും. അല്ലെ ക്ലാസ്സുകൾ നിങ്ങൾ ഫ്രീ ക്ലാസ്സുകളെല്ലാം ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നേഴ്സസ് സക്സസ് മാജിക്കിന്റെ പുതിയ ആപ്പ്, പഴയ ആപ്പ് ഉള്ളവർ ദയവ് ചെയ്ത്, പുതിയ ആപ്പാണ് ഇപ്പൊ ജനുവരി 1 മുതൽ, അങ്ങനെയുള്ള ഒരു പഴയ ആപ്പിനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ പുതിയ ആപ്പിനെ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, റിസർവേഷൻ കാറ്റഗറി കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. അതിനുശേഷം ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ഫോൾഡറും ഓപ്പൺ ചെയ്യാൻ പറ്റും. ആ ഫ്രീ എക്സാമ്പിളും ഫ്രീ ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ് നമ്മൾ സൂം ആപ്ലിക്കേഷൻ വഴിയായിരിക്കും. എന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ഓരോ സബ്ജക്ട്സിനകത്ത് നിങ്ങളുടെ AP അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗിന്റെ ഫോൾഡറിനകത്ത് ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് ആണെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിനകത്ത് ഓരോ ക്ലാസ്സുകളായിട്ട് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. അതെ, റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പീഡ് കൂട്ടി കാണാനുള്ള ഓപ്ഷൻസ് എല്ലാം അതിനകത്തുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത് വരുന്നത് തിയറി നോട്ടാണ്. തിയറി നോട്ട് നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ തന്നെ നമ്മുടെ നോട്ട് ഫോൾഡർ ഉണ്ട്. ആ നിങ്ങളുടെ കോഴ്സ് ഫോൾഡറിനകത്ത് തന്നെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്, അതുപോലെ തന്നെ തൊട്ട് താഴെ നോട്ട്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അഡ്മിനിസ്ട്രേഷന്റെ ഏത് ടോപ്പിക്കാണോ നമ്മൾ പഠിച്ചത്, ആ പഠിച്ചതിന്റെ PDF ആയിട്ടുള്ള നോട്ട് ആ ടോപ്പിക്കിന് ഉൾപ്പെടെ അവിടെ PDF ഫോർമാറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇല്ല, ഒറ്റ ക്ലാസ് തന്നെ ആയിരിക്കും. കാരണം തൊട്ടടുത്ത ദിവസം ആപ്ലിക്കേഷനിൽ രാവിലെ ആ ക്ലാസ് അവൈലബിൾ ആവും. അതുകൊണ്ട് ഒരു ക്ലാസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. നൈറ്റ് 8 to 10 PM ആയിരിക്കും നോർമലി ക്ലാസ് ഉണ്ടാവുക. അതിന്റെ റെക്കോർഡ് ക്ലാസ് തൊട്ടടുത്ത ദിവസം തന്നെ രാവിലെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആവും. അതിന്റെ കൂടെ തന്നെ ഈ PDF നോട്ട് PDF ഫോർമാറ്റിൽ നോട്ട് ഫോൾഡറിൽ അവൈലബിൾ ആവും. അത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത്, നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ആ നോട്ടും പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് നേരെ നിങ്ങൾ പോകേണ്ടത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഫോൾഡറിലാണ്. ടോപ്പിക് വൈസ് ആയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഫോൾഡറിലാണ് നിങ്ങൾ പോകേണ്ടത്. ഇപ്പൊ നമ്മൾ ടെമ്പറേച്ചർ ആണ് പഠിച്ചതെങ്കിൽ ഫണ്ടമെന്റൽസിൽ ആ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് ആ ടെമ്പറേച്ചറിൽ നിന്ന് ഇതുവരെ എക്സാമ്പിൾ ചോദിച്ചുള്ള മുഴുവൻ ചോദ്യങ്ങളും വർക്ക്ഔട്ട് ചെയ്യണം. യെസ്, ഒന്ന് ആ മെസ്സേജ് കേട്ടോ. സോ ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന റിസർച്ചിന്റെ ആണ്. ഇപ്പൊ നമ്മൾ റിസർച്ച് പ്രോബ്ലത്തെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ അതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് റിസർച്ച് പ്രോബ്ലത്തിന്റെ നോട്ടും പഠിച്ചതിന് ശേഷം നേരെ വന്ന് റിസർച്ച് പ്രോബ്ലംസിൽ നിന്ന് ഇതുവരെ എക്സാമിൽ ചോദിച്ചുള്ള ചോദ്യങ്ങളും ഓൺലൈൻ എക്സാം ആയിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ ഈ പഠിച്ച ക്വസ്റ്റ്യനുകൾ തന്നെയാണ് എക്സാമിൽ ചോദിച്ചിരിക്കുന്നത്, അതെനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതാണ്. ഈ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിനെ എനിക്ക് മാർക്കാക്കി മാറ്റാൻ പറ്റുന്നുണ്ടോ. ഇനി അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കാത്ത ക്വസ്റ്റ്യൻ ഉണ്ടാകാം, ചിലപ്പോൾ അറിയാത്ത അല്ലെങ്കിൽ മറന്നുപോയ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഞാൻ പഠിക്കാത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവാം. എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അതിനെ നോട്ടിലേക്ക്. സോ ഈ 3 കാര്യങ്ങൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾ ചെയ്യണം. തിയറി നോട്ട്,
ദെൻ അത് പഠിച്ചതിന് ശേഷം പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ടോപ്പിക് വൈസ് ആയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പറയും. ദെൻ അത് കഴിഞ്ഞാൽ ഒരു 2-3 ടോപ്പിക്കുകൾ ചേരുമ്പോൾ നമ്മൾ അതിന് ഒരു യൂണിറ്റ് എന്ന് പറയും. ആ ഒരു 3 ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ യൂണിറ്റ് എക്സാം ഫോൾഡറിനകത്ത് യൂണിറ്റ് ടെസ്റ്റ് എന്നൊരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് ആണെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് ഓപ്പൺ ചെയ്ത് ആ യൂണിറ്റ് 1 ആണ് ഇപ്പോൾ കൊടുത്തിട്ട് ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ്, നഴ്സിംഗ് തിയറീസ്, പ്രൊഫഷൻ, ലീഗൽ ആൻഡ് എത്തിക്കൽ ആസ്പെക്ട്സ് ഇൻ നഴ്സിംഗ്, അത്രയും ടോപ്പിക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വന്ന് യൂണിറ്റ് എക്സാം അറ്റൻഡ് ചെയ്യണം. 25 ക്വസ്റ്റ്യൻ. ഇത് കൂടാതെ ഓരോ ടോപ്പിക് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ ലൈവ് ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോഴും നിങ്ങൾ ഈ നോട്ടും നമ്മുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഓരോ ടോപ്പിക് കഴിയുമ്പോഴും അടുത്ത ക്ലാസ്സിന് മുന്നേ നമ്മുടെ ക്ലാസ്സിൽ ഒരു ലൈവ് ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. അതിനകത്ത് ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡാണ്. ഞങ്ങൾ എക്സാമിന് ഓപ്ഷൻസ് തരില്ല. സോ ഓപ്ഷൻസ് നോക്കി കറക്കി കുത്തിയുള്ള പ്രിപ്പറേഷൻ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആപ്പിലുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം അങ്ങനെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ക്ലാസ് ടെസ്റ്റിനകത്ത് ഒരിക്കലും ഓപ്ഷൻസ് തരില്ല. സോ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റത്തില്ല. യെസ്, റിപ്ലൈ വരും കേട്ടോ. ഗസ് ചെയ്ത് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. കൃത്യമായിട്ട് ആൻസർ അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ലൈവ് ക്ലാസ്സിലൊന്നും എക്സാമ്പിൾ അല്ലെങ്കിൽ ലൈവ് ക്ലാസ് ടെസ്റ്റുകളിലൊന്നും നമ്മൾ ഓപ്ഷൻസ് തരില്ല. പക്ഷെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് എക്സാം, സബ്ജക്ട് എക്സാമിലെല്ലാം നിങ്ങൾക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ നടന്ന് നിങ്ങൾ പഠിച്ചോ എന്ന് ഉറപ്പാക്കാനായിട്ട് നമ്മുടെ ക്ലാസ് ടെസ്റ്റുകളിലൊന്നും ഓപ്ഷൻസ് തരില്ല കേട്ടോ. ഇതെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു 15-12 ഒക്കെ യൂണിറ്റ് എക്സാമ്പിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ആവും. ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ആയ ഓരോ സബ്ജക്ട്സിനും മിനിമം 10 മോഡൽ എക്സാംസ് എങ്കിലും ഉണ്ടാകും. മിനിമം 10 മിനിമം ആണ് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ വീണ്ടും റിവിഷൻ എക്സാമുകളുണ്ട്. ഫൈനൽ റിവിഷൻ എക്സാം എന്ന് പറയും. അത് 100 ചോദ്യങ്ങൾ അവര്. ഈ സബ്ജക്ട് എക്സാമിന് നോർമലി 50 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് വരുന്നത്. പക്ഷെ ഇതിന് കഴിഞ്ഞിട്ട് ഫൈനൽ റിവിഷൻ എക്സാംസ് ഉണ്ട്. അത് മിനിമം 2 എക്സാം ഉണ്ടാവും. അത് 100 ചോദ്യങ്ങൾ അവര്. ഇത് കണ്ടോ, ഇത് മെന്റൽ ഹെൽത്തിന്റെ സബ്ജക്ട് എക്സാം ആണ്. മെന്റൽ ഹെൽത്തിന് 33ഓളം സബ്ജക്ട് എക്സാം ഉണ്ട്. ഇതിനപ്പുറത്ത് ക്വസ്റ്റ്യൻ വരത്തില്ല. നിങ്ങൾ എഴുതി വെച്ചോളൂ, നഴ്സിംഗ് ട്യൂട്ടർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഉള്ള എക്സാമുകൾക്ക് ഇതിനപ്പുറത്ത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരില്ല. 33 മെന്റൽ ഹെൽത്തിന്റെ സബ്ജക്ട് എക്സാം. ഇതിനപ്പുറത്ത് നിങ്ങൾ ഉറപ്പിച്ചോളൂ, നഴ്സിംഗ് ട്യൂട്ടർ ആണെങ്കിലും അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്, ഈ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിനപ്പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ വരില്ല. കഴിഞ്ഞ കുറെ എക്സാമുകളിലും ഇതിനകത്തുനിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതെല്ലാം ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട എക്സാമുകളുടെയും കൂടെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് മിക്സ് ചെയ്ത്. സോ ഇങ്ങനെ ഓരോ സബ്ജക്ട്സിന് മിനിമം 10 മോഡൽ എക്സാംസ് ഉണ്ടാവും. ഈ 10 മോഡൽ എക്സാം നിങ്ങൾ ഓരോ മാസവും റിവിഷൻ ചെയ്ത് വേണം അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മൾ ഈ മാസം ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് ആണ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ അടുത്ത മാസം വീണ്ടും അത് റിവിഷൻ ചെയ്ത് സബ്ജക്ട് എക്സാം എഴുതണം. അതിന്റെ അടുത്ത മാസം വീണ്ടും റിവിഷൻ ചെയ്തിട്ട് അടുത്ത സബ്ജക്ട് എക്സാം എഴുതണം. അങ്ങനെ റെഗുലർ ആയിട്ട് റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ ആണോ? ഇതുപോലെ ഓരോ സബ്ജക്ട്സിലും ഉണ്ട്. OBക്ക് ആണെങ്കിൽ ഇപ്പൊ തന്നെ നിലവിൽ അതിൽ 17 എക്സാം ഉണ്ട്. ഓരോ സബ്ജക്റ്റും ഓരോന്നിനും ഇതുപോലെ എക്സാം ഉണ്ട്, ഇതിലധികം. ഇത് കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇതുവരെ നിങ്ങളുടെ ആ ഫോൾഡർ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കേരള PSCയുടെ സ്റ്റാഫ് നഴ്സിന്റെ ഇതുവരെ നടന്നിട്ടുള്ള എക്സാമുകൾ, അതുപോലെ നഴ്സിംഗ് ട്യൂട്ടർ, അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ഇതുവരെയുള്ള കേരളത്തിലെ എക്സാമുകൾ മാത്രമേ അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങളുടെ കോഴ്സ് ഫോൾഡറിൽ. പക്ഷെ 1 വീക്ക് കൂടെ കഴിയുമ്പോൾ കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടന്നിട്ടുള്ള നഴ്സിംഗ് ട്യൂട്ടർ, കേരള PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ലെക്ചർ ഇൻ നഴ്സിംഗ്, ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ, അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, നഴ്സിംഗ് കോളേജുകളിലെ പ്രിൻസിപ്പൾ, അതുപോലെ എയിംസ് നഴ്സിംഗ് കോളേജുകളിലെ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറുകൾ, അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ, ദെൻ പ്രിൻസിപ്പൽ പോസ്റ്റുകളെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു 35-ലധികം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നഴ്സിംഗ് ട്യൂട്ടർ, അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ മാത്രമായിട്ട് അതിനകത്ത് അവൈലബിൾ ആവും. അതുകൂടാതെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് എക്സാമുകൾ കൂടിയുണ്ട്. ഈ ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മാക്സിമം ലെവലുകൾ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ ഒരു ലെവൽ കൂടി ഉണ്ട്, നമ്മൾ ലാസ്റ്റിൽ ചെയ്യും. കമ്പൈൻഡ് മെഡിക്കൽ സർവീസും PG നീറ്റ് എൻട്രൻസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, PhD എൻട്രൻസിന്റെയും കൂടെ. സോ ഓൾറെഡി 35 കേരള PSCയുടെ സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് ട്യൂട്ടർ, അസിസ്റ്റന്റ് പ്രൊഫസർ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള PhD ഉണ്ട് അതിനകത്ത്. ഇത് കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലെ എയിംസിന്റെയും ഒക്കെ ടീച്ചിങ് എക്സാമുകളുടെ തന്നെ 35-ലധികം ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി 70-ലധികം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയി കഴിഞ്ഞു. ഇത് കൂടാതെ നിങ്ങൾക്ക് MSc എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരും, എല്ലാ സംസ്ഥാനങ്ങളിലും വരും. പോസ്റ്റ് BSc എൻട്രൻസ് വരും, സ്പെഷ്യാലിറ്റി എൻട്രൻസ് വരും, സെൻട്രൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഹോംവർക്ക് ആയിട്ട് വരും. സോ എന്തായാലും മിനിമം ഒരു 150 ക്വസ്റ്റ്യൻ പേപ്പറിലധികമെങ്കിലും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കും. അങ്ങനെ ചെയ്യണം, ചെയ്തേ പറ്റൂ. ഇത്രയും വലിയ എക്സാമിന് നമുക്ക് എത്രത്തോളം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അത് സിമ്പിൾ ടു കോംപ്ലക്സ്, ANM, JPHN, ട്രീറ്റ്മെന്റ് ഓർഗനൈസർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ,
ഉൾപ്പെടെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ, സോഷ്യൽ വർക്ക്, MSW ഒക്കെ വേണം, സോഷ്യോളജി ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാനകത്തുനിന്ന് നമ്മൾ എല്ലാ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറുകളും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. കാരണം നമുക്ക് ഇതിലൊന്നും മിസ്സാക്കാനില്ല. അത്രത്തോളം വലിയൊരു എക്സാം ആണ്. എന്തൊക്കെ നമുക്ക് അഡീഷണൽ കിട്ടുമോ അതെല്ലാം കളക്ട് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം, വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്ക് എന്തൊക്കെ മോഡൽ എക്സാമ്പിൾ കിട്ടുമോ അതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യണം. എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. എത്രത്തോളം മോഡൽ എക്സാം എഴുതാൻ പറ്റുമോ എത്രത്തോളം ചെയ്യണം. ഇതുകൂടാതെ നിങ്ങൾക്ക് എല്ലാ മാസവും മോഡൽ പരീക്ഷ ഉണ്ടാവും. കേരള PSCയുടെ സെയിം അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ പാറ്റേണിൽ തന്നെ മോഡൽ എക്സാമും ഉണ്ടാവും, മെഗാ ടെസ്റ്റുകളും ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ അവസാനം പിന്നെ നിങ്ങൾക്ക് റിവിഷൻ പോയിന്റ്സ് ഉണ്ട്, ക്വിക്ക് റിവിഷൻ, LMR ബൂസ്റ്റ്, ലാസ്റ്റ് മിനിറ്റ്സ് റിവിഷൻ ബൂസ്റ്റ് പോയിന്റ്സ് ഉണ്ട്. ഓരോ സബ്ജക്ട്സിനെ പോയിന്റുകൾ ഓരോ എക്സാമിന് ചോദിച്ചേണ്ടോ, ഏത് പോയിന്റ് ആണ് ഏത് എക്സാമിന് ചോദിച്ചെന്നുള്ള പോയിന്റുകളായിട്ട് തന്നെ നിങ്ങൾക്ക് PDF ആയിട്ട് LMR ബൂസ്റ്റ് പോയിന്റ്സ് ഫോൾഡറിൽ അവൈലബിൾ ആയിരിക്കും. ഓരോ എക്സാം പോയിന്റുകൾ തന്നെ അത് ഏത് എക്സാമിന് ചോദിച്ചെന്നും ബ്രാക്കറ്റിലുണ്ടാവും. ഒന്ന് ലാസ്റ്റ് മിനിറ്റ്സ് റിവിഷൻ ആണ്, LMR ബൂസ്റ്റ് പോയിന്റ്സ് ആണ്. അത് ഓരോ സബ്ജക്ട്സിനും ഉണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ കുറച്ചെങ്കിലും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഉറപ്പായിട്ടും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലെ. കുറച്ചെങ്കിലും ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ, എയിംസ്, നോർസെറ്റ് പോലുള്ള എക്സാമുകൾക്ക് ചോദിക്കുന്ന പോലുള്ള 1-2 ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി NCLEX സാറിന്റെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഫോൾഡറിൽ അവൈലബിൾ ആണ്. NCLEX സാറിൻ ബേസ്ഡ് ക്ലിനിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ടോ? ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കംപ്ലീറ്റ്നെസ് നമുക്ക് ഉണ്ടാകണം. വെറുതെ കംപ്ലീറ്റ് ചെയ്താൽ പോരാ, എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്താൽ പോരാ. ആ കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങൾ കൃത്യമായി റിവിഷൻ ചെയ്തിട്ടുണ്ടാകണം. 90% പേരുടെയും കഴിഞ്ഞ എക്സാമിന് പറ്റിയത് അതാണ്. അവർക്കറിയാം ഞാൻ പഠിച്ച സാധനമാണ്, പക്ഷെ പ്രോപ്പർ റിവിഷൻ ഇല്ല. പ്രോപ്പർ റിവിഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എക്സാമിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അത് സ്കോറായിട്ട് മാറുന്നില്ല, മൈനസ് മാർക്കിലേക്ക് പോകുന്നു. കൃത്യമായി പഠിച്ച കാര്യം വീട്ടിൽ വന്ന് നോക്കുമ്പോൾ നോട്ടിനകത്ത് അത് അതുപോലെ ഉണ്ട്, പക്ഷെ പ്രോപ്പർ റിവിഷൻ ഇല്ലാത്തത് കൊണ്ട് എക്സാമിന് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. സോ എങ്ങനെയെങ്കിലും 14 സബ്ജക്ട്സ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതല്ല, കൃത്യമായി ഞാൻ പറഞ്ഞതുപോലെ 4 രീതിയിലും കംപ്ലീറ്റ് ചെയ്യണം. പ്രാക്ടീസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യണം, ദെൻ മോഡൽ എക്സാമ്പിൾ എഴുതണം, നന്നായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് OMR എക്സാം എഴുതിയിട്ടുണ്ടാവണം, ഓരോ സബ്ജക്ട്സും മോഡൽ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം, പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്തിട്ടുണ്ടാവണം. അത് സാധാരണ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്, എല്ലാം പഠിച്ചിട്ട് 14 സബ്ജക്ട്സ് അവസാനം റിവിഷൻ ചെയ്യായിരിക്കും. അങ്ങനെ ചെയ്യരുത്. ഈ മാസം ഒരു സബ്ജക്ട് പഠിച്ചാൽ ആ സബ്ജക്ട്സ് അടുത്ത മാസം റിവിഷൻ ചെയ്യണം, അതിന്റെ അടുത്ത മാസം വീണ്ടും റിവിഷൻ ചെയ്ത് മോഡൽ എക്സാം എഴുതണം, ഇതിന്റെ അടുത്ത മാസം വീണ്ടും റിവിഷൻ ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആദ്യം പഠിച്ച സബ്ജക്ട്സുകൾ എക്സാമിന് പിന്നെ നിങ്ങൾക്ക് ഒരു 10 തവണയെങ്കിലും റിവിഷൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത്രയും വലിയ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക്. അതായത് എക്സാം വരും വിളിക്കുന്നു, അപ്പൊ കുറച്ച് സമയം ഇരുന്ന് പഠിക്കുന്നു, അതല്ല. അങ്ങനെയുള്ള എക്സാം അല്ല ഇത്. നിങ്ങൾ ആലോചിക്കുക, വലിയ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ എത്ര വർഷമായിട്ടാണ് ഉദ്യോഗാർത്ഥികൾ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നത്. KS പോലുള്ള എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് എത്ര വർഷമായിട്ടാണ് അവർ. അതിന്റെ ഒരു 50% നമ്മളും പഠിക്കണം. അതിലും വലിയ എക്സാമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നീറ്റ് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ തന്നെ മാതൃകയാക്കണം. അവരെങ്ങനെയാണോ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നത്, 100% കംപ്ലീറ്റ് ചെയ്ത് 100% എല്ലാ രീതിയിലും മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി അവരത് കറക്റ്റ് ചെയ്ത് എങ്ങനെയാണോ എക്സാമിന് പ്രിപ്പയർ ആവുന്നത് ആ രീതിയിൽ നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുവരണം. എങ്കിലേ നേഴ്സുമാർക്ക് അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ കട്ട് ഓഫ് മാർക്ക്, ഈ 100 ചോദ്യത്തിന്റെ കട്ട് ഓഫ് മാർക്ക് 40-ലൊന്നും വരത്തില്ല. കാരണം നമ്മൾ പഠിക്കാത്ത ക്വസ്റ്റ്യൻ ഒന്നും അല്ല ചോദിക്കുന്നത്, എല്ലാം പഠിച്ച ക്വസ്റ്റ്യൻ ഒക്കെ തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷേ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട്, പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാത്തതുകൊണ്ട്, പ്രോപ്പറായിട്ട് മോഡൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്യാത്തത് കൊണ്ട് പലതും നമുക്ക് മിസ്സായി പോകുന്നു. എക്സാമിന് അത് ആൻസർ ചെയ്യാൻ പറ്റാതെ പോകുന്നു അല്ലേ. നിങ്ങൾ ഇതിന് ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക, ഇതില് എക്സാം എഴുതി വീട്ടിൽ വരുമ്പോ ഇതിലും എത്രയോ മാർക്ക് നിങ്ങൾ കൂടുതൽ കിട്ടുമായിരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നു. എക്സാമിന് എഴുതുമ്പോൾ ആ ഒരു മാർഗാക്കി മാറ്റുന്നതിലായിരിക്കണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ക്ലിയർ? ചെയ്യാമോ ഇന്നു മുതൽ? ആദ്യം തന്നെ ഒരു മൈൻഡ് മാപ്പ് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിച്ചു തുടങ്ങുക. സോ എനിക്കൊരു ഉറപ്പ് തരാൻ കഴിയും, നിങ്ങൾക്ക് ഈ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ 14 സബ്ജക്ട്സും പ്രോപ്പറായിട്ട് തിയറി നോട്ടും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, നമ്മുടെ മോഡൽ എക്സാമുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും LMR ബൂസ്റ്റ് പോയിന്റ്സ്, NCLEX ക്വസ്റ്റ്യൻ എല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾ OMR നമ്മൾ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച റാങ്കുകളിൽ നിങ്ങൾ എത്തിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയും. പക്ഷെ അത് ചെയ്യേണ്ട ജോലി
പ്രോപ്പറായിട്ട് അത് അനുസരിക്കേണ്ട ജോലി നിങ്ങളുടെ തന്നെയാണ്. സോ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നാളെ മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് സമയമുണ്ട്. ഒരു കാരണവശാലും നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ ഇരിക്കരുത്, സമയം തികയില്ല. സോ റെഗുലർ ആയിട്ട് ഇപ്പോഴേ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. എപ്പോ എക്സാം വിളിച്ചാലും ഞാൻ അതിന് റെഡി എന്ന് എനിക്ക് പറയാൻ കഴിയണം, ഞാൻ പ്രിപ്പയർഡ് ആയി കഴിഞ്ഞു എന്നെനിക്ക് പറയാൻ പറ്റുന്ന ലെവലിലേക്ക് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോ തന്നെ നമ്മൾ തയ്യാറായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള സമയം കൂടുതലായിട്ട് റിവിഷനും കൂടുതലായിട്ടുള്ള എക്സ്ട്രാ പോയിന്റുകളും ഹൈ ലെവൽ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ മാതൃകയാക്കി കൂടുതലായിട്ട് ഹൈ ലെവൽ പോയിന്റുകളും പഠിച്ച് ഏറ്റവും മികച്ച റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. നിങ്ങൾക്ക് ഇതിനപ്പുറത്ത് ഒരു കണ്ടന്റും ഒരിടത്തുനിന്നും കിട്ടാൻ പറ്റാത്ത രീതിയിലുള്ള കണ്ടന്റ് ഞങ്ങൾ തരും, അതിൽ ഒരു ഡൗട്ടും വേണ്ട. ഒരു ഗൈഡുകളിലും ഒരു ക്വസ്റ്റ്യൻ ബാങ്കുകളിലും ഇല്ലാത്ത അത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ തരും, അത്രയും പ്രാക്ടീസ് ക്വസ്റ്റ്യൻ തരും, ഒരിടത്തൊന്നും കിട്ടാത്ത ഓരോ മൈനർ സബ്ജക്ട്സിന്റെ. പക്ഷെ അത് പ്രയോജനപ്പെടുത്തി എക്സാം എഴുതേണ്ട ജോലി നിങ്ങളുടെ തന്നെയാണ്. അതിനെ മാർഗാക്കി മാറ്റേണ്ട ജോലി നിങ്ങളുടെ തന്നെയാണ്. അതിനെ മൈനസ് മാർക്ക് ഒഴിവാക്കി സ്കോറാക്കി മാറ്റേണ്ട ജോലി നിങ്ങളുടെ തന്നെയാണ്. 90 ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയും, അതിലൊന്ന് ഒരു 65 മാർക്കെങ്കിലും മാർഗാക്കി മാറ്റേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ആദ്യ റാങ്കിൽ ഉണ്ടാവും. ഒരു കാരണവശാലും കട്ട് ഓഫ് മാർക്ക് ഇത്രയും താഴ്ന്ന ലെവലിലേക്ക് ഇനി പോകത്തുമില്ല. നിങ്ങൾ ആ ലെവലിൽ പ്രിപ്പയർ ചെയ്യൂ. മറ്റുള്ളവരൊക്കെ അവിടെ നിൽക്കും, നിങ്ങൾ അതിന്റെ മുകളിൽ കയറും, നിങ്ങൾ മുന്നിലെത്തും, അതിലൊരു ഡൗട്ടും വേണ്ട. നിങ്ങൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യും. കംപ്ലീറ്റ് സിലബസ്, കോമ്പറ്റീറ്റീവ് എക്സാം സിലബസ് മനസ്സിലാക്കി, അല്ല കേരള PSCയുടെ സിലബസ് അല്ല, ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, ഇത് മാതൃകയാക്കരുത്. സിലബസ് എടുത്തോളൂ, എന്നിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് മനസ്സിലാക്കിയിട്ട് നോക്കുക ഈ കേരള PSCയുടെ സിലബസിനകത്ത് തന്നിരിക്കുക തന്നെയാണോ ഈ ഫണ്ടമെന്റൽസിനകത്ത് ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം സിലബസ് ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കിയാൽ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിൽ പോലും 44-ലധികം ടോപ്പിക്കുകളിലേക്ക് നിങ്ങൾ എത്തും. കോമ്പറ്റീറ്റീവ് എക്സാം ടോപ്പിക്കുകളിലേക്ക് ആ ഓരോ ടോപ്പിക്കും തിയറിയും പഠിച്ച് അതിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും, നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റും. സോ നന്നായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി മനസ്സിൽ വെക്കുക. ദെൻ അതിനുശേഷം കഴിഞ്ഞ 3 അസിസ്റ്റന്റ് പ്രൊഫസറുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുക്കുക. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എനിക്ക് ഈ മാർക്കിലേക്ക് എത്താൻ പറ്റുമായിരുന്നില്ലേ, അല്ലെങ്കിൽ എനിക്കിപ്പോ എത്ര മാർക്കിൽ ലെവലാണ് ഞാനിപ്പോ നിൽക്കുന്നത്, ഇനി ഞാൻ ഒരു വർഷം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏത് ലെവലിലേക്ക് എത്താൻ പറ്റും. ഉറപ്പായിട്ടും ഇപ്പൊ നമുക്ക് ഫസ്റ്റ് റാങ്ക് 50 ആണെങ്കിൽ നമ്മൾ 50 മാർക്ക് നല്ല പഠിക്കരുത്, നമ്മളൊരു 80 മാർക്കിന് പ്രിപ്പയർ ചെയ്യണം. 80 മാർക്ക് ലക്ഷ്യം വെച്ച് പ്രിപ്പയർ ചെയ്യണം. എങ്കിൽ നമുക്ക് 60 കിട്ടിയാലും നമുക്ക് ആദ്യ റാങ്കിൽ തന്നെ ഉണ്ടാവും. സോ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാർത്ഥിച്ച് നാളെ മുതൽ പഠിച്ചു തുടങ്ങുക. സിസ്റ്റമാറ്റിക് ആയിട്ട്, റെഗുലർ ആയിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് ഒരുപോലെ 4 കാര്യങ്ങൾ: തിയറി നോട്ട്, കോമ്പറ്റീറ്റീവ് എക്സാം തിയറി നോട്ട്, യൂണിവേഴ്സിറ്റി എക്സാം നോട്ടല്ല ഞാൻ പറയുന്നത്, കോമ്പറ്റീറ്റീവ് എക്സാം തിയറി നോട്ട്, ടോപ്പിക് വൈസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, മോഡൽ എക്സാംസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരിക്കും 50% ഇമ്പോർട്ടൻസ്. അതിനകത്തുനിന്ന് നോട്ട് ഉണ്ടാക്കണം. കുറച്ച് എക്സ്ട്രാ പോയിന്റിൽ വരുന്ന എല്ലാ നോട്ടിലേക്ക് ആഡ് ചെയ്ത് നമ്മുടെ നോട്ടിനെ ഏറ്റവും മികച്ച നോട്ടാക്കി മാറ്റണം. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ നോട്ടായിരിക്കും ഇതിലെ എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നത്. ആ സബ്ജക്ട്സിന്റെ എൻസൈക്ലോപീഡിയ ആയിട്ട് മാറും നമ്മുടെ നോട്ട്. ഏതൊരു ഗൈഡിനേക്കാളും ഏതൊരു പ്രിന്റഡ് മെറ്റീരിയലിനേക്കാളും ഏറ്റവും മികച്ച നോട്ടായിട്ട്, എക്സാം പോയിന്റുകളുടെ നോട്ടായിട്ട് നമ്മുടെ നോട്ട് മാറും. സോ അങ്ങനെ വേണം ചെയ്യാൻ. പോരായ്മകൾ ആദ്യം പരിഹരിക്കണം. എല്ലാ ആഴ്ചയും ഒരു OMR എക്സാം എങ്കിലും ഇപ്പോഴേ എഴുതി പ്രാക്ടീസ് ചെയ്യാം. റെഡിയാണോ? ചെയ്യാമോ? നിങ്ങൾ വിചാരിച്ച നടക്കും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് ഒരു 1 ഇയർ ടൈമെങ്കിലും എടുത്ത് കൃത്യമായ പ്ലാനോടുകൂടി ചെയ്യണം. നിങ്ങൾ ആദ്യം ഈ 3 എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം സിലബസുമായിട്ട് വെച്ചൊന്ന് കമ്പയർ ചെയ്യുക. ഈ സിലബസും ഈ ക്വസ്റ്റ്യനുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ എന്നുള്ളത്. അതിനുശേഷം നമ്മൾ എത്ര മാർക്കിൽ എത്തുന്നു നോക്കുക. ദെൻ എനിക്കിനി അടുത്ത എക്സാമിൽ ഏത് എക്സാം, ലാസ്റ്റ് എക്സാം ഓൺലൈൻ ആയിരുന്നു, എന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തരാം കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്, ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഓൺലൈൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോൾഡറിൽ തന്നെ ഉണ്ട്. എന്നിട്ട് നമുക്ക് എവിടെയാണ് എത്തേണ്ടതെന്ന്, ഏത് ലെവലിൽ എത്തണമെന്നും നമ്മൾ പ്ലാൻ ചെയ്യാം. അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും പ്ലാൻ ചെയ്യാം. സോ അപ്പൊ നന്നായിട്ട് മനസ്സിരുത്തി ഒന്ന് എല്ലാ കാര്യങ്ങളൊന്ന് വിലയിരുത്തുക. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പ്രിന്റ് ഔട്ട് എടുത്ത് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നല്ലൊരു പ്ലാൻ തയ്യാറാക്കി നാളെ മുതൽ പഠിച്ചു തുടങ്ങുക. എല്ലാവർക്കും
നല്ല വിജയങ്ങൾ നേടാൻ കഴിയും, അതിൽ ഒരു ഡൗട്ടും വേണ്ട. ഞാൻ പറഞ്ഞതുപോലെ ഇനിയൊരു എക്സാമിന് കട്ട് ഓഫ് 40-ലെത്തരുത്. കാരണം അത്ര വിഷമമുണ്ട്. 80-നും 90 ക്വസ്റ്റ്യനും പഠിച്ചിട്ട് കട്ട് ഓഫ് മാർക്ക് 40 എത്തുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നിലവാര തകർച്ചയാണ് കാണിക്കുന്നത്. നമ്മൾ പഠിക്കാത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഓക്കെ, അത് അക്സെപ്റ്റബിൾ ആണ്. നമ്മൾ 90 ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് 50 മാർക്ക് പോലും തികച്ചു കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രിപ്പറേഷന്റെ പോരായ്മയാണ്. അത് പരിഹരിച്ചേ പറ്റൂ. ഇനിയുള്ള എക്സാമുകളിൽ അത് ഉണ്ടാകരുത്. നമ്മൾ കറക്റ്റ് ചെയ്യണം, ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം. പഠിച്ച കാര്യങ്ങളെ എനിക്ക് എക്സാമിന് എഴുതാൻ പറ്റണം. അതുപോലെ ഇനിയും കൺഫ്യൂഷൻ ഉണ്ടായി സാർ, 2 ഓപ്ഷൻ തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടായി, ഒരുപാട് നെഗറ്റീവ് വന്നു എന്നുള്ളത് ഇനി പറയരുത്. സീന മെസ്സേജ് അയച്ചാൽ മതി. ഇനി ഒരാളും അത് പറയരുത്. കഴിഞ്ഞ 9 എക്സാമിൽ ഞങ്ങൾ റെഗുലർ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, സാർ കൺഫ്യൂഷൻ വന്നു, ഒരുപാട് നെഗറ്റീവ് മാർക്കിംഗ്. ഒരു 10 നെഗറ്റീവ് ഒക്കെ ഓക്കെ, സംഭവിക്കാം. പക്ഷെ അതിനപ്പുറത്തോട്ടൊക്കെ പോയാൽ വലിയ നഷ്ടമാണ്. മാക്സിമം ആണ് 10 എന്ന് പറഞ്ഞത്, അത്യാവശ്യം എക്സാം ആൻസർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ. അത് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും അത്രത്തോളം കുറയ്ക്കുക. 10ന്റെ മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് വലിയ നഷ്ടമാണ്. നിങ്ങൾ പ്ലാൻ ചെയ്ത് വരുന്ന മാർഗമൊന്നും ആയിരിക്കത്തില്ല ഫൈനലിൽ വരുന്നത്. നിങ്ങൾ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നത്. പക്ഷേ അവസാനം ഈ നെഗറ്റീവ് മാർക്കിംഗ് കഴിഞ്ഞ് കൂട്ടി നോക്കുമ്പോൾ ഒരിടത്തും എത്താൻ പറ്റില്ല കേട്ടോ. യെസ്, ഓക്കെ, ഡീറ്റെയിൽസ് അയച്ചാൽ മതി. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറിനെ റിവ്യൂ ചെയ്യുക, ഒന്ന് എക്സാം എഴുതി നോക്കുക, എനിക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക, ഇനി എനിക്ക് എത്ര മാർക്കിലേക്ക് എത്തണമെന്ന് പ്ലാൻ ചെയ്യുക, നല്ലൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക, എല്ലാ കാര്യങ്ങളും ഒരുപോലെ കംപ്ലീറ്റ് ചെയ്യുക. ഒരാളും സിലബസ് 14 സബ്ജക്ട്സും കംപ്ലീറ്റ് ചെയ്ത് എക്സാമിന് പോകരുത്. സോ കൃത്യമായിട്ട് 14 സബ്ജക്ട്സിന് പ്ലാൻ തയ്യാറാക്കുക, എല്ലാത്തിനും ഈക്വൽ ആയിട്ട് സമയം കൊടുക്കുക, ഒരുപോലെ കംപ്ലീറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒരുപോലെ കംപ്ലീറ്റ് ചെയ്ത് ഏറ്റവും മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല കോൺഫിഡൻസോടുകൂടി കൂളായിട്ട് പോയി എക്സാം എഴുതിയാൽ നിങ്ങൾ ആദ്യ റാങ്കിൽ ഉണ്ടാകും, അതിലൊരു ഡൗട്ടും വേണ്ട. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ വെക്കുക, നിങ്ങൾ തന്നെ വിലയിരുത്തുക, ക്വസ്റ്റ്യൻ പേപ്പറുകളും സിലബസും എല്ലാം എടുത്ത് നല്ലൊരു പ്ലാൻ നിങ്ങൾ തന്നെ തയ്യാറാക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും, അതിൽ ഒരു ഡൗട്ടും വേണ്ട. അതിനെ ഒന്ന് പ്രയോജനപ്പെടുത്തുക, അതിനെ ഒന്ന് മാർഗമാക്കി മാറ്റുക. എല്ലാവിധ ആശംസകളും. നന്നായിട്ട് നാളെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഷെയർ ചെയ്യാം. അതിന് പ്രിന്റ് ഔട്ട് എടുക്കുക, PDF സിലബസ് പ്രിന്റ് ഔട്ട് എടുക്കുക, അതിനുശേഷം ഒരു റിവ്യൂ നടത്തിയതിനു ശേഷം മാത്രം പഠിച്ചു തുടങ്ങുക കേട്ടോ.